ഭാഗവതം 10 ലക്ഷണങ്ങളോട് കൂടിയതാണ്. അതിൽ ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം മുക്തി എന്നതാണ്. എന്താണ് മുക്തി എന്ന് വെച്ചാൽ? മോക്ഷം, മുക്തി എന്നൊക്കെ വെച്ചാൽ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരനുഭവം എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആരാധിക്കുന്ന, ഉപാസിക്കുന്ന ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ലോകത്തിലേക്ക് മരണാനന്തരം നമ്മൾ എത്തിച്ചേരുന്നു. വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ശിവലോകത്തിലോ അവിടെ ആ ഭഗവാന്റെ സേവകനായി സേവിച്ചുകൊണ്ട് അങ്ങനെ കഴിയുക. അതാണ് മുക്തി എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് മുക്തിയെന്ന് ഭാഗവതം സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ 10 ലക്ഷണങ്ങളെയും പറഞ്ഞ് ഈ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയുന്ന ഭാഗവതത്തിലും ദ്വിതീയ സ്കന്ധത്തിൽ അവിടെ കാണാം. മുക്തി ഹിത്വാ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അന്യഥാരൂപം ഹിത്വാ സ്വരൂപേണ വ്യവസ്ഥിതി മുക്തി. അന്യഥാരൂപത്തെ ഹിത്വാ ഉപേക്ഷിച്ച് സ്വരൂപത്തിലുള്ള വ്യവസ്ഥിതിയാണ്, സ്ഥിതിയാണ്, നിഷ്ഠയാണ്, ഇരുപ്പാണ് മുക്തി എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളല്ലാത്തതിനെ ഉപേക്ഷിച്ച് നമ്മളിലുള്ള ഇരിപ്പ്, ഞാനല്ലാത്തതിനെ വിചാരം ചെയ്ത് ഉപേക്ഷിച്ച് എന്നിലുള്ള ഇരിപ്പാണ് മുക്തി എന്ന് വെച്ചാൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഈ പറഞ്ഞത് വെച്ച് ചിന്തിക്കുമ്പോൾ, മുക്തി എന്നത് നേടേണ്ട ഒന്നാണോ, കിട്ടേണ്ട ഒന്നാണോ? അല്ല. സ്വരൂപത്തിലുള്ള ഇരിപ്പാണ് മുക്തി എന്ന് വെച്ചാൽ കിട്ടണോ? അതാണ് സത്യം. മുക്തി നമ്മുടെ സ്വരൂപം തന്നെയാണ്. എന്നാൽ ഇന്ന് ഈ അന്യഥാരൂപത്തെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ. ഞാൻ അല്ലാത്തതിനൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എന്തെന്നറിഞ്ഞ് ആ അറിവിലുള്ള ഇരിപ്പാണ് മുക്തി. ഇന്ന് ഞാൻ അല്ലാത്തതൊക്കെ ഞാനാണ് എന്ന് ധരിച്ചിരിക്കുകയാണ് നമ്മൾ. അതാണ് ഭയദുഃഖങ്ങൾക്ക് കാരണം. ആ ഒന്ന് മാത്രമാണ് ദുഃഖത്തിന് കാരണം. ഞാൻ അല്ലാത്തതൊക്കെ ഞാനാണ്. ശരീരം, കളത്രം, സുതം, ബന്ധുവർഗം, വയസ്യം, ധനം, സത്മഭൃത്യം, ഭുവം ച. അടുത്ത 2 വരിപ്പം വേണ്ട. ഇതൊക്കെ ഞാനാണ് എന്ന് ധരിച്ചിരിക്കുക. ശരീരം ഞാനാണ്. ഈ കളത്രം, ഭാര്യ ഞാനാണെന്ന് ധരിക്കുന്നുണ്ടോ? എൻ്റേതാണെന്നല്ലേ? ഈ എൻ്റേത് എന്ന മമത കൂടിക്കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ? അങ്ങനല്ലേ? ഉണ്ട്. ചിലവർക്ക് അവരുടേതായി അഭിമാനിക്കുന്ന എന്തിനെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ പറയുന്ന പോലെയാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് കൊണ്ട് നടക്കുന്ന കാറ് മോശമെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സങ്കടം, എന്നെ കുറ്റം പറയുന്ന പോലെയാണ്. അപ്പൊ എൻ്റെ എന്നുള്ളതും മാറി ഞാൻ തന്നെയായിട്ടുണ്ട്. ഈ മമത കൂടി അവസാനം എൻ്റെത് ഞാൻ തന്നെയായി വരുന്ന അവസ്ഥ. അത് ശരീരം, കളത്രം, സുതം, മക്കൾ, ബന്ധുക്കൾ, ഇതിലൊക്കെ ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിച്ചിരിക്കുക നമ്മൾ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, വലിയ വേദാന്തം പഠിക്കുക ഒന്നും വേണ്ട. ഒന്ന് ചിന്തിച്ചാൽ മതി, ഇതൊക്കെ ഞാനാണോ? അല്ലെങ്കിൽ എൻ്റേതെന്ന് പറയുന്നത് എൻ്റെതാണോ? ഒന്ന് വിചാരം ചെയ്താൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാം ഇതൊന്നും ഞാനല്ല, ഇതൊന്നും എൻ്റേതല്ല എന്ന്. എൻ്റേതെന്ന് അഭിമാനിക്കുന്ന ഒന്നിലും എനിക്ക് ഒരു നിയന്ത്രണവുമില്ല, ഒരു കർത്തൃത്വമില്ല. എൻ്റെ ഭാര്യ, എപ്പോൾ എൻ്റെ ഭാര്യയായി? കുറച്ചു കാലം മുന്നേ എൻ്റെ ഭാര്യയായി. ഞാൻ വരുമ്പം എൻ്റെ ഭാര്യയായി കൂടെ വന്നതല്ല. ഈ പോകുമ്പോൾ എൻ്റെ ഭാര്യയായി കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? അതുമില്ല. നാളെ മറ്റന്നാൾ എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോകാം, അല്ലെങ്കിൽ ഇനി വിട്ടു പോകണ്ട. എൻ്റെ ഭാര്യ അല്ലാതെയാവാം. എനിക്ക് പ്രിയപ്പെട്ടത്
പ്രിയപ്പെട്ടതല്ലാതെ ആവാം. എന്നെ പ്രിയപ്പെട്ടവനായി കണക്കാക്കുന്നവർക്ക് ഞാൻ പ്രിയപ്പെട്ടവനല്ലാതായി തീരാം. അതിനൊന്നും വലിയ താമസമൊന്നുമില്ല. ഒക്കെ നമ്മുടെ അനുഭവമാണ്. ഇന്നലെ വരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഇന്ന് നമുക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. തിരിച്ചും ഇതൊക്കെ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നാലും ഇതിലൊക്കെ ഉള്ള അഭിമാനം, ശരീരം ഞാനാണെന്നുള്ള അഹന്ത വിട്ടുപോകുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഭഗവാന്റെ മായ എന്ന് വെച്ചാൽ. അഘടിത ഘടനാ പടീയസീ മായ എന്നാണ്. ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിലൊന്നും ഒരടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ടും അതിൽ പെടുകയും ചെയ്യുന്നു. ഈ ഘടിക്കാത്തവയെ ഘടിപ്പിക്കുന്നതാണ് ഭഗവാന്റെ മായി. അപ്പോൾ വിചാരം ചെയ്താൽ ഇത് ഘടിക്കില്ല, എന്നാൽ അതിനെ ഘടിപ്പിച്ച് വെച്ചിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ശരീരമല്ല, ഈ കാണുന്നതൊന്നും ഞാനല്ല, എൻ്റേതല്ല. ഞാനെന്ന് പറയുന്നത് ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന, ഇതിൻ്റെയൊക്കെ ഉണ്മയായി പ്രകാശിക്കുന്ന പരമമായ വസ്തു, അഖണ്ഡമായ സച്ചിദാനന്ദ ബോധം. ആ ഒരറിവിൽ ഇരിപ്പ്, അതാണ് മുക്തി എന്ന് വെച്ചാൽ. ആത്മസാക്ഷാത്കാരമാണ് മുക്തി എന്ന് വെച്ചാൽ. അന്യഥാരൂപത്തെ, ഞാനല്ലാത്തതിനെയൊക്കെ നീക്കി, ആ നീക്കൽ അതൊരു പ്രോസസ്സാണ്, അതൊരു പ്രക്രിയയാണ്. അതാണ് ആത്മവിചാരം എന്നത്. ഈ ആത്മവിചാരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഞാനല്ലാത്തതൊക്കെ നീക്കം ചെയ്യപ്പെടുകയാണ്. എന്നെ എനിക്ക് കൊണ്ടുവരേണ്ടതില്ല, ഞാൻ തന്നെയായി നിൽക്കുന്നു. കയറ് കണ്ട് പാമ്പാണ് എന്ന് പേടിച്ച് നിൽക്കുന്ന ആൾക്ക് കയറിനെ കൊണ്ടുവരേണ്ട, കയറാണ് അവിടെ ഉള്ളത്. ആ കയറിനെ കയറായിട്ട് അറിയാതിരിക്കുന്നത് എന്തുകൊണ്ടാ? പാമ്പെന്ന ഭ്രമം അവിടെ നിൽക്കുന്നതുകൊണ്ടാ. ആ ഭ്രമം നീങ്ങിക്കഴിഞ്ഞാൽ കയറായി പ്രകാശിക്കും. ഇതേപോലെ ഞാൻ അല്ലാത്തതൊക്കെ ഞാനാണെന്ന് ധരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആ ഭ്രമം നീങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്ന സച്ചിദാനന്ദ ബോധം സ്വരൂപമായി വിളങ്ങും. അത് തന്നെ മുക്തി, അത് തന്നെ മോക്ഷം, അത് തന്നെ ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, എന്തൊക്കെ പേര് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ്? വിചാരം മാത്രമാണ്. മുക്തിക്കുള്ള മാർഗം ആത്മവിചാരം മാത്രമാണ്, വേറൊരു വഴിയില്ല. എന്നാൽ ഇവിടെ അനേകം മാർഗങ്ങൾ ഈ ആധ്യാത്മികതയിൽ കാണുന്നുണ്ടല്ലോ, പല വഴികൾ. ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, നിയോഗം. ഈ മാർഗങ്ങളൊക്കെ എന്തിനാ? ഈ മാർഗങ്ങളൊക്കെ നിരന്തരവും തീവ്രവുമായ ആത്മവിചാരം അനുസ്യൂതമായി സംഭവിക്കാൻ, അതിന് തക്കവണ്ണം നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി പരിപക്വമാക്കി വെക്കാനാണ് ഈ മാർഗങ്ങളൊക്കെ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധി വിചാരേണ. ചിത്തശുദ്ധിക്കായിട്ടാണ് എല്ലാ കർമ്മങ്ങളും. അവിടെ എല്ലാ കർമ്മങ്ങളും എന്ന് ആചാര്യസ്വാമികൾ പറയുന്നിടത്ത് ഈ അനുഷ്ഠാനങ്ങളെ, ആചരണങ്ങളെ, ഉപാസനകളെ ഒക്കെ മനസ്സിലാക്കിക്കൊള്ളണം. അതൊക്കെ ചെയ്യുന്നത് ചിത്തശുദ്ധി നൽകുക എന്നതാണ്. ചിത്തം ശുദ്ധമായാൽ, ശാന്തമായാൽ അപ്പോഴേ എന്ത് നടക്കുള്ളൂ? സർവവും ഭഗവാനാണ് എന്നുള്ള ആത്മവിചാരം അഥവാ സത്യവിചാരം എപ്പോഴും നടക്കുള്ളൂ. ചിന്താകലുഷിതമായ അന്ധക്കരണം കൊണ്ട് ആത്മവിചാരം സാധിക്കുകയോ ഈശ്വര വിചാരം സാധിക്കുകയോ? പല വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സുകൊണ്ട് ഭഗവത് ധ്യാനം കഴിയില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ഉപനിഷത്തില് ഭംഗിയായി പറഞ്ഞു വെച്ചത് കാണാം. സർവം ഖലു ഇദം ബ്രഹ്മ. ആദ്യം ആചാര്യൻ ഉപദേശിക്കും, സർവവും ബ്രഹ്മം തന്നെ. ഖലു, നിശ്ചയം, സംശയമില്ല. അപ്പോൾ ശിഷ്യന് സംശയമുള്ളിൽ വരികയാണ്. ഈ സർവവും ബ്രഹ്മമാണെങ്കിൽ, സർവവും ഭഗവാനാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കിന്ന് ആ അനുഭവമില്ല?
എന്തുകൊണ്ട് എന്നിൽ ഭേദബുദ്ധി? ഇന്നുള്ള ഈ ഭേദബുദ്ധി നീങ്ങാൻ, ഈ അനേകത്വം നീങ്ങാൻ ഞാൻ എന്താ വേണ്ടത്? അവിടെ തന്നെ ഗുരു പറഞ്ഞു, ഉപനിഷത്ത് പറഞ്ഞു, എന്താണ്? ശാന്തം ഉപാസീത. ശാന്തമായി ഉപാസന ചെയ്യൂ. എന്ത്? സർവവും ബ്രഹ്മമാണ് എന്ന്. അപ്പോൾ ശാന്തം ആയി ഉപാസന ചെയ്യാം. നമ്മളുടെ മനസ്സിന്ന് ശാന്തമാണ്, എപ്പോഴും ശാന്തമാണ്. ഇടയ്ക്കൊക്കെ ശാന്തമാവാറുണ്ട്. അപ്പം സത്സംഗങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പം നമ്മുടെ മനസ്സ് ശാന്തമാണ്. ഇത് കഴിഞ്ഞു പോയാലോ? വീട്ടിലെത്തിയാലോ? അശാന്തമായി പോകുന്നില്ലേ പലപ്പോഴും? ഇടയ്ക്ക് ക്ഷിപ്തം എന്ന അവസ്ഥയിലാണ് നമ്മളെന്ന് പറയാം. ഈ മനസ്സിന്റെ ഭൂമികകളെ പറയുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ശാന്താവും. ഇങ്ങനെയുള്ള സന്നിധികളിലൊക്കെ ശാന്താവും. ഇവിടെ നിന്ന് മാറിയാൽ അപ്പോഴേക്ക് ചിന്തകളൊക്കെ വീണ്ടും ഉണരും, വിഷയങ്ങളിലേക്ക് പോകും, മനസ്സ് അസ്വസ്ഥമാവും. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ഈ സർവവും ബ്രഹ്മം, സർവവും ഭഗവാൻ എന്നുള്ള വിചാരം, ധ്യാനം സദാ നടക്കില്ല. അപ്പം അതിനെന്ത് വേണം? മനസ്സ് ശാന്തമാവണം. ശാന്തം എന്ന് വെച്ചാൽ രാഗദ്വേഷങ്ങൾ വിട്ടൊഴിഞ്ഞ മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സിനെ ശാന്തമാക്കുന്നതിനായിട്ടാണ് എല്ലാ ഉപാസനകളും വിധിച്ചിട്ടുള്ളത്. മനസ്സ് ശാന്തമാവാൻ എന്തൊക്കെ നമ്മൾ ആചരിക്കണമോ അനുഷ്ഠിക്കണമോ അതിൻ്റെ ആകെ തുകയ്ക്ക് നമുക്ക് ഭാഗവത ധർമ്മം എന്ന് പറയാം. അപ്പൊ ഭാഗവത ധർമ്മങ്ങളൊക്കെ ഉപദേശിച്ചിട്ടുള്ളത് മനസ്സിന്റെ ശാന്തിക്ക്, ചിത്തശാന്തിക്ക് വേണ്ടിയിട്ടാണ്. ഇതും ഒരു ഉപാസനയാണ്, ശ്രവണം എന്നത്. ഈ ശ്രവണവും ചെയ്യുന്നത് എന്തു തന്നെയാണ്? ചിത്തശാന്തിയെ തന്നെയാണ് ചെയ്യുന്നത്. സദാ ഭഗവാനെ കേൾക്കുക. ആത്മവിഷയങ്ങളായവ നിരന്തരം ശ്രവണം ചെയ്യുമ്പോൾ മനസ്സ് ആ തത്വത്തിൽ തന്നെ നിൽക്കും എന്നർത്ഥം. ഏകാദശ സ്കന്ധം അതാണ് ചെയ്യുന്നത്. ഈ പരമമായ സത്യവസ്തുവിനെ ഉപദേശിക്കുന്നു, യുക്തിയുക്തം സമർത്ഥിച്ചുറപ്പിക്കുന്നു, ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് നമ്മളുടെ സംശയത്തെ നീക്കുന്നു, യുക്തികളിലൂടെ അത് ഉറപ്പിച്ച് നൽകുന്നു. അതാണ് ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം. മുക്തി എന്നായത്. മുക്തി എന്ന സ്വരൂപത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അസത്തായവയൊക്കെ വിചാരം ചെയ്ത് വേർതിരിച്ച് കളയാൻ നമ്മെ സഹായിക്കുന്നു ഈ ഏകാദശ സ്കന്ധത്തിലെ ഉപദേശങ്ങൾ. ഏകാദശ സ്കന്ധത്തിൽ പ്രധാനമായും 2 പ്രകരണങ്ങളാണ്. നിമി നവയോഗി സംവാദം ആദ്യ പ്രകരണം, പിന്നെ ഉദ്ധവോപദേശം. ഏകാദശ സ്കന്ധത്തിന്റെ വിഷയം നിവൃത്തിലക്ഷണമായ ധർമ്മമാണ്. സംശയമില്ല, നിവൃത്തിലക്ഷണമായ ധർമ്മമാണ് ഏകാദശത്തിന്റെ വിഷയം. ഉദ്ധവൻ ഉപദേശിക്കുന്നത് കർമ്മത്യാഗമായ സന്യാസം തന്നെയാണ്. കർമ്മഫലത്യാഗം കൂടെയല്ല, കർമ്മത്യാഗം തന്നെയാണ്. അതാണ് നിവൃത്തിലക്ഷണമായ ധർമ്മമാണ് ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ വിഷയം എന്ന് പറഞ്ഞത്. അത് വസുദേവര് നാരദ മഹർഷിയോട് ഭാഗവത ധർമ്മം ഉപദേശിച്ചു തരാൻ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്കത് കാണാം. ശരി, അപ്പൊ നമുക്ക് ഏകാദശ സ്കന്ധം ആരംഭിക്കാം. ഈ ഏകാദശ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ഒരു ശാപത്തിന്റെ കഥയാണ്. യാദവ നാശത്തിന് കാരണമായി തീർന്ന ഒരു ശാപത്തിന്റെ കഥ, ഒരു ഭയങ്കര ശാപത്തിന്റെ കഥ. അപ്പൊ ഈ ഏകാദശ സ്കന്ധം ഈ ഒരു ഭയങ്കരമായ ശാപത്തെയും പറഞ്ഞു തുടങ്ങുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ, ഭയങ്കരമായതും ഈശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, അല്ലേ? ഭയങ്കരമായതിലും ഭഗവാനെ കാണാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ ജീവിതത്തിൽ സുന്ദരമായത് മാത്രമല്ല വരിക. ഇപ്പൊ ഇതുവരെ നമ്മൾ പ്രധാനമായും ദശമസ്കന്ധം മുഴുവനായും ഭഗവാന്റെ സൗന്ദര്യമാണ് കേട്ടത്, അല്ലേ? സുന്ദരങ്ങളായ കഥകളാണ് ദശമസ്കന്ധത്തിൽ കൂടുതലായി കേട്ടത്. ഏകാദശ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ആ സുന്ദരനായ ഭഗവാൻ ഭയങ്കരനായി മാറുന്നു.
എങ്ങനെ ഭയങ്കരനായി മാറുന്നു? ഭയങ്കരനായ തന്നെ ഭഗവാൻ പരിചയപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അർജുനൻ അങ്ങനെ പേടിച്ച് നടുങ്ങി നിൽക്കുന്ന സമയത്ത് കാലോസ്മി ലോകക്ഷയകൃൽ പ്രവൃദ്ധ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന സന്ദർഭം ഗീതയിൽ. ഞാൻ പ്രവൃദ്ധനായ കാലമാകുന്നു, കാലനാകുന്നു, ലോകത്തെ സമാഹരിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ ഏകാദശ സ്കന്ധത്തിന്റെ തുടക്കത്തിൽ സുന്ദരനായ കൃഷ്ണന്റെ ഭാവം മാറി ഭയങ്കരനായ കാലസ്വരൂപിയായ ഭഗവാനായി മാറുന്നു. കാലരൂപി അന്വമോദത നമ്മുടെ പ്രയോഗം കാണാം. കാലരൂപിയായ ഭഗവാൻ തൻ്റെ വംശനാശത്തിന് കാരണമായി തീർന്ന ശാപത്തെ അറിഞ്ഞ് അതിന് അനുമോദിച്ചു എന്നാണ്. ഭഗവാൻ അതില് ഭയമോ ദുഃഖമോ അല്ല ഉണ്ടായത്, സന്തോഷമാണ്. ശിവാനന്ദ ലഹരിയില് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ആനന്ദ സാന്ദ്രോ ഭവാൻ എന്നാണ്. ഭ്രശ്യൽ ദേവഗണം ത്രസൻ മുനിഗണം. ഈ ഭഗവാന്റെ ആ താണ്ഡവ നൃത്തം കണ്ടിട്ട് മുനിഗണം ത്രസിക്കുകയാണ്, പേടിച്ച് വിറയ്ക്കുകയാണ്, ദേവന്മാരൊക്കെ ഭയന്ന് നിൽക്കുകയാണ്. എന്നാൽ ആ താണ്ഡവ നൃത്തം ആടുന്ന സംഹാരരൂപിയായ മഹാദേവന്റെ ഭാവമോ ആനന്ദസാന്ദ്രോ ഭവാൻ എന്നാണ്. ആനന്ദസാന്ദ്രനായി നിന്നാണ് ഈ നിഗ്രഹം എന്ന ലീല ആര് ചെയ്യുന്നത്? ഭഗവാൻ ചെയ്യുന്നത്. മഹാദേവനും വിഷ്ണു ഭഗവാനൊക്കെ ഒന്ന് തന്നെ, രണ്ടും വേറെ വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഈ ലോകം സത്യമാണ്, ഇതെന്നും വേണം എന്നൊക്കെ ധരിച്ചു നിൽക്കുന്നോണ്ടാണ് ഈ കാലൻ നമുക്ക് ഭയങ്കരനാകുന്നത്. ചിന്തിച്ചു നോക്കിയാൽ ഈ നിഗ്രഹം എന്നത് ഭഗവാന്റെ വലിയ കാരുണ്യമാണ്, സംശയമില്ല. എങ്ങനെ ഈ സൃഷ്ടി ഭഗവാന്റെ കാരുണ്യമാകുന്നു, നമുക്ക് സൃഷ്ടിയും സ്ഥിതിയും ഭഗവാന്റെ കാരുണ്യം. അത് കാണാൻ നമുക്ക് ഒരു വിഷമവുമില്ല. അതിൽ നമ്മൾ ഭഗവാന്റെ കാരുണ്യത്തെ കാണുകയും ചെയ്യും, അല്ലേ? നമുക്കൊരു മകൻ ഉണ്ടായാൽ ഭഗവാന്റെ കാരുണ്യം. ഇനി ആ മകൻ ഭംഗിയായി നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴും ഭഗവാന്റെ കാരുണ്യം. കുഴപ്പം എവിടെയാ? ഈ മകൻ മരിച്ചാൽ ഭഗവാന്റെ കാരുണ്യമായി കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇത് മൂന്നും ഒരാളുടെ ജോലി തന്നെയാണെന്ന്. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഭഗവാന്റെ മൂന്ന് ഭാവങ്ങളാണ്. അതിന് മൂന്നിനെയും ഒരേപോലെ ഭഗവാന്റെ കാരുണ്യമായി കാണാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനാൽ ബാധിക്കപ്പെടാതെ എപ്പോഴും ഈ ഭയമില്ലാതെ നിൽക്കാൻ കഴിയും. ഭയങ്കരനായി ഭഗവാനെ കാണാൻ കഴിയുമ്പോൾ ഈ ഭയങ്കരങ്ങളെ ഭഗവാന്റെ കാരുണ്യമായി കാണാൻ കഴിയും. ഈ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഭയങ്കരങ്ങൾ ആണ് ഭഗവാന്റെ വലിയ അനുഗ്രഹങ്ങൾ. കാരണം ഈ ഭയങ്കരങ്ങൾ വന്നപ്പോഴൊക്കെയാണ് നമ്മളുടെ മനസ്സ് കൂടുതലായി ഭഗവാനോട് അടുത്തത്, അല്ലേ? അതെ. ഈ ശനിദശയിലാണ് ഈശ്വരീയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതെന്നാ പറയുക. അപ്പൊ പൊതുവെ പറയണ്ട, നമ്മൾ ചെയ്യും. ഈ ശനിദശ വന്ന് കഷ്ടപ്പാട് വിഷമമൊക്കെ കൂടുന്ന സമയത്ത് ഉറപ്പല്ലേ നമ്മൾ കൂടുതലായി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ശനി ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നയാളാ. അതാണ് ശനിക്ക് ശനീശ്വരൻ എന്ന് പേര്. ഈ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഭയങ്ങൾ ഒരു തരത്തിൽ ഈ ലോകത്തിൽ വൈരാഗ്യം ഉണ്ടാക്കി തരും. ഈ ലോകത്തിൽ വൈരാഗ്യം വന്നാൽ മനസ്സെങ്ങോട്ട് പോവും? ഭഗവാനിലേക്ക് പോവും. ഇവിടെ ആശ്രയിക്കുന്നവരുടെയൊക്കെ അവസ്ഥ, ആശ്രയിക്കുന്നതിൻ്റെയൊക്കെ അവസ്ഥ ഈ നഷ്ടങ്ങളും വിപരീത അനുഭവങ്ങളുമാണ് നമുക്ക് കാണിച്ചു തരിക. എപ്പോഴും ആശ്രയിക്കാനുള്ളത്. ആശ്രയിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കൈവിടാതെ കൂടെ നിൽക്കുന്നത്, നമ്മളോടുള്ള ഇഷ്ടം ഒട്ടും കുറയാതെ നമ്മളുടെ കൂടെ നിൽക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്, ഭഗവാൻ മാത്രമാണ്. ധൈര്യമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക ഭഗവാനെ മാത്രം, അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് നാളെ ഇഷ്ടം കുറയാം. ലോകത്തിൽ നമ്മൾ കാണുന്നില്ലേ, ചിലപ്പം വേറെ ആളെ ഇഷ്ടപ്പെട്ടു പോവാം. നിങ്ങളില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ ചിലപ്പം ഒരു ദയയില്ലാതെ നമ്മളെ ഉപേക്ഷിക്കാം. അതിലൊക്കെ മനസ്സ് കൊണ്ടുവച്ചാൽ ഇവരൊക്കെ എന്നും എനിക്കുണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഉറപ്പാണ് നാളെ ദുഃഖിക്കേണ്ടി വരും. എന്നാൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം,
പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ആരെ? ആർക്ക് മുന്നിൽ? ഭഗവാന് മുന്നിൽ. ഒരിക്കലും നമ്മളോടുള്ള ഇഷ്ടം ഒട്ടും കുറയില്ല. ഒരിക്കലും നമ്മളെ കൈവിടില്ല, കൈവിട്ടു പോകില്ല, സംശയമില്ല. അങ്ങനെ ആശ്രയിക്കാൻ ഒരേ ഒരാളേ ഉള്ളൂ, ഭഗവാൻ മാത്രം. ആ ബോധ്യം നമുക്ക് ഉണ്ടാവുക ഈ ലോകത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, ശനിദശ വരുമ്പോഴാണ്. ഈ ശനിദശ എന്ന് വെച്ചാൽ സന്തോഷമായിട്ടുള്ള കാലത്തെ ശനിദശ എന്ന് ആരും പറയില്ലല്ലോ. ഇവിടെ സങ്കടങ്ങൾ, നഷ്ടങ്ങൾ, വിപരീത അനുഭവങ്ങൾ വരുമ്പം നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ കിടന്നിങ്ങനെ സുഖത്തിന് വേണ്ടി പിടഞ്ഞിട്ട് കാര്യമില്ല. സുഖം എവിടെയാണ്? ഭഗവാനിലാണ്, ഭഗവാനെ ആശ്രയിക്കുന്നതിലാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? ഭയങ്കരമായതും ഭഗവാൻ തന്നെയാണ് എന്നത് കാണാൻ കഴിയണം. സൗന്ദര്യത്തിൽ മാത്രം ഭഗവാനെ കണ്ടാൽ പോരാ. അതാണ് അർജുന്റെ മുന്നിൽ ഭഗവാൻ പരിചയപ്പെടുത്തിയത്. ഞാൻ പ്രവൃദ്ധനായ കാലനാണ്. ഇവിടെ ഏകാദശ സ്കന്ധം തുടങ്ങുമ്പോൾ ആ ഭയങ്കരനായ കാലസ്വരൂപിയായ ഭഗവാന്റെ ഇച്ഛ, അല്ലാതെ എന്ത്? കാരണം, കർത്ത, വികർത്ത ഒക്കെ ആര്? ഭഗവാൻ തന്നെയാണ്. ഈ യദുവംശത്തിന്റെ മുകളിൽ ശാപം വന്നത് ആരുടെ നിശ്ചയം? ആരുടെ ഇച്ഛ? ഭഗവാന്റെ ഇച്ഛ. കണ്ടകം കണ്ടകേനേവ ദ്വയം ചാപി ഈശിതോ സമം. ഭാഗവതം പറയും, കണ്ടകം കണ്ടകത്തെ കൊണ്ടെടുത്ത് പിന്നെ രണ്ടും അങ്ങ് ഉപേക്ഷിക്കുന്നതാണ്. കാലിൽ തറച്ച മുള്ളിനെ വേറൊരു മുള്ളോണ്ട് എടുക്കും. എടുത്തു കഴിഞ്ഞാലോ, ഈ മുള്ള് എടുക്കാൻ എന്നെ സഹായിച്ച മുള്ള എന്ന് പറഞ്ഞ് ആ മുള്ളിനെ കൊണ്ടടക്കുക? ഇല്ല, ആ മുള്ളും കളയും. ഇതേപോലെ തന്റെ യദുവംശത്തെ കൊണ്ട് നശിപ്പിക്കേണ്ടവരെയൊക്കെ നശിപ്പിച്ചു. പിന്നെയോ പോകുന്നതിന് മുന്നേ ആ യദുവംശത്തെയും നശിപ്പിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഈ നാശം എന്ന് പറയുന്നത് ആർക്കാ? നമുക്ക് മാത്രം നാശം, ഭഗവാന് നാശമില്ല. ഭഗവാന്റെ ദൃഷ്ടിയിൽ നാശമേ ഇല്ല. ഉണ്ടോ? ഇവിടെ എന്താ നശിക്കുന്നത്? 3 കാലത്തും അബാധിതമായി തുടരുന്നത് ആ ഏകവും രണ്ടില്ലാത്തതുമായ പരം തത്വം, സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ. ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ നാശവും ഉൽപ്പത്തിയും നിൽപ്പും ഒക്കെ ഒരേപോലെ. ഇതിലൊക്കെ സത്യബുദ്ധി വെക്കുമ്പോഴാണ് നാശം എന്തോ വലിയ ദുഃഖകരമായ ഒന്നാണ്, സൃഷ്ടി എന്തോ സന്തോഷകരമായ ഒന്നാണെന്ന് ധരിക്കുന്നത്. ഭ്രമമാണ് അതും. അതുകൊണ്ട് തന്നെ ഭഗവാന് കുറെ മക്കളുണ്ടായിട്ടുണ്ട്. ആ മക്കളൊക്കെ ഉണ്ടായപ്പോൾ എത്ര സന്തോഷം ഭഗവാൻ ഉണ്ടായിട്ടുണ്ടോ, അതേ സന്തോഷം ഈ ശാപം വന്ന് ഈ ശാപത്തിന് അനന്തര ഫലമായി മക്കളൊക്കെ തമ്മിലടിച്ച് നശിച്ച് കിടക്കുമ്പോഴും ഭഗവാന്റെ മുഖത്ത് ചിരിയായിരുന്നു. ഈ മകൻ ഉണ്ടായി കണ്ടപ്പോഴും ഉള്ള അതേ ചിരി മരിച്ചു കിടക്കുമ്പോഴും. കാരണം ഇത് രണ്ടും മായയാണ്, ഇത് രണ്ടിലും വാസ്തവല്ല. പേരും രൂപവും ഇങ്ങനെ വരും, നിൽക്കും, പോകും. വസ്തു അവിടെ തന്നെ. മാല വളയായാലും വള മോതിരായാലും സ്വർണമാണ് സത്യം എന്ന് അറിയുന്നയാൾക്ക് സങ്കടം ഉണ്ടാവും? ഒരു സങ്കടവുമില്ല. നമ്മളുടെ വള അത് മാലയാക്കാന്ന് വിചാരിച്ചിട്ട് ഉരുക്കി മാലയാക്കി കഴിഞ്ഞാൽ വള നഷ്ടപ്പെട്ടു പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുക? ഇല്ല. സ്വർണം അവിടെ ഉണ്ടേ, വിറ്റാ പൈസ കുറയൊന്നുമില്ല. ഈ സത്യബുദ്ധിയുള്ളയാളെ ഈ ലോകത്തിൽ സൃഷ്ടിയോ സംഹാരമോ രണ്ടും ബാധിക്കില്ല. ഉണ്ടാകലിലോട്ട് വലിയ സന്തോഷവും, നാശത്തിലോട്ട് സങ്കടവും. രണ്ടും ഭഗവാന്റെ മായ എന്ന നിലയ്ക്ക് കാണാൻ കഴിയുന്ന അർത്ഥം. ശരി, അപ്പോൾ ആ ശാപത്തിന്റെ കഥ അതും നോക്കൂ. മുക്തി എന്നതാണ് ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം. ഈ ഏകാദശ സ്കന്ധം തുടങ്ങുന്നതിന് തൊട്ടു മുന്നത്തെ അധ്യായം, ദശമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായം. ആ അധ്യായത്തിൽ ദ്വാരകയുടെ ഗാംഭീര്യം ഗംഭീരമായിട്ട് വർണ്ണിച്ചു. എത്ര കണ്ട് ഗംഭീരമായിരുന്നു ഭഗവാന്റെ ദ്വാരക. ദേവേന്ദ്രൻ നേരിട്ട് കൊടുത്ത സഭയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. 3 കോടി ചില്ലാനം അധ്യാപകരാ കുട്ടികളെ പഠിപ്പിക്കുക. എന്താ അവിടെ ഒരു കുറവ്? ഒന്നിനൊരു കുറവുമില്ല. ഇത്ര ഗംഭീരമായ, ഇത്ര കേമമായ, ഭഗവാൻ ശ്രീകൃഷ്ണനാൽ പാലിക്കപ്പെട്ട് വന്ന ദ്വാരകയുടെ നാശത്തിന് കാരണമായ ശാപത്തെ പറഞ്ഞുകൊണ്ട് ഏകാദശ സ്കന്ധം ആരംഭിക്കുന്നത്. ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണം എന്തായിരുന്നു? മുക്തി എന്നത്. എന്തിൽ നിന്നാ മുക്തി വേണ്ടത്? അജ്ഞാനത്തിൽ നിന്ന്. ഈ ലോകം സത്യമാണ് എന്ന് കരുതി, ഈ കാണുന്നൊക്കെ പരമാർത്ഥമാണെന്ന് കരുതി
ഇതുമായി ഒട്ടിപ്പിടിച്ച് ഇത് എൻ്റെതാണ്, അതിൻ്റെതാണ് ഞാൻ, ഇതില്ലാതെ എനിക്ക് വയ്യ, അല്ലെങ്കിൽ അതിന് ഞാനില്ലാതെ വയ്യ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക നമ്മൾ. ഇതിൽ നിന്നാ മോചനം വേണ്ടത്. ഈ മോചനം എങ്ങനെയുണ്ടാകും? ഈ ലോകത്തിന്റെ നശ്വരത, ഈ ലോകത്തിന്റെ ക്ഷണികത, ഈ ലോകത്തിന്റെ സ്വഭാവം എന്താണെന്ന് ധരിച്ചാൽ, അത് ബോധ്യമായാൽ ഈ മമത വിട്ടുപോകും, ഇല്ലേ? അത് ബോധ്യപ്പെടുത്തുകയാണ് ഏകാദശ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം. സർവസമ്പൽ സമൃദ്ധമായ ദ്വാരക, ശ്രീകൃഷ്ണന്റെ ദ്വാരകയും കാലത്തിന്റെ പിടിയിൽപ്പെട്ട് ഇല്ലാതെയായിട്ടുണ്ട്. ആ ദ്വാരക എല്ലാ കാലം നിന്നോ? ഇല്ല, നശിക്കേണ്ട സമയത്ത് നശിച്ചിട്ടുണ്ട്. നാമരൂപങ്ങൾ നശിക്കും, പേരും രൂപങ്ങളും അത് നശിക്കും, നശിച്ചേ തീരോ. ആവിർഭൂതങ്ങളായവയൊക്കെ തിരോഭൂതങ്ങളാവും, ഉണ്ടായവയൊക്കെ നശിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. സംയോഗ വിപ്രയോഗാന്ത മരണാന്തം ച ജീവിതം, വാൽമീകി രാമായണത്തിൽ കാണാം. ഈ ലോകത്തിൽ ഉണ്ടായ സംയോഗങ്ങളൊക്കെ വിയോഗത്തിൽ കലാശിക്കും. എന്തൊക്കെ വസ്തുക്കളുമായി ആരൊക്കെയായി നമ്മൾ ചേർന്നോ, ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പിച്ചോളോ, ഉറപ്പായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താ? പിരിയും എന്നുള്ളതാണ്. ബാക്കിയൊന്നിനും ഉറപ്പില്ല. ഇപ്പൊ ചേർന്ന സമയത്തുള്ള സ്നേഹം എന്നും ഉണ്ടാവും ഉറപ്പുണ്ടാവും. നീ ശത്രുവായിട്ടാ ചേർന്നെങ്കിൽ ആ ശത്രുത എന്നും ഉണ്ടാവും ഉറപ്പുണ്ട്. അതിനൊന്നും ഉറപ്പില്ല. പക്ഷെ ഒന്നും ഉറപ്പാണ്, പിരിയും. ഏതൊരു ചേർച്ചയും പിരിഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ, പിരിയും, പിരിഞ്ഞേ തീരും. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിക്കോട്ടെ, മകനായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇതറിഞ്ഞ് നമ്മളുടെ പ്രാരബ്ധം അനുസരിച്ച് ഇപ്പൊ എന്തൊക്കെ വസ്തുക്കളുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ, നിൽക്കുമ്പോൾ നിന്നോളൂ. നിൽക്കുമ്പോൾ എങ്ങനെ അതിനോട് പെരുമാറണോ അങ്ങനെ തന്നെ പെരുമാറിക്കോളൂ. സ്നേഹിക്കേണ്ടവരെ ഏറ്റവും അധികം സ്നേഹിച്ചോളൂ. ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഏറ്റവും അധികം സ്നേഹിച്ചോളൂ. സപ്തമസ്കന്ധത്തിൽ കേട്ടില്ലേ, വിരക്ത രക്തവത്തത്ര എന്നാണ്. അതിലൊക്കെ രക്തരായി, അനുരക്തരായി നിന്നോളൂ. നാം മനസ്സുകൊണ്ട് വിരക്തരായിട്ട് നിന്നോളുക എന്ന് വെച്ചാൽ, ഇതൊക്കെ ഏത് സമയം വേണമെങ്കിലും എന്നെ വിട്ടുപോകാം, ഏത് നിമിഷം വേണമെങ്കിലും. ഒന്ന് എനിക്ക് ഉണ്ട് എന്ന് ഞാൻ പറയുന്ന ആ ഉണ്ട് എന്ന രണ്ടക്ഷരം എന്നിൽ നിന്ന് പുറത്തു വരുന്ന സമയം കൊണ്ട് വസ്തു ഇല്ലാതെയായി തീർന്നിട്ടുണ്ടാകാം. അതല്ലേ ഈ ലോകം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഈ നിമിഷം ഇല്ലാതെയായിട്ടുണ്ടാവാം, എനിക്കറിയില്ല. അതാണ് ഈ ലോകം. അയ്യോ സങ്കടപ്പെട്ടിട്ട് അത് വേണ്ടാത്തത് പറയുന്നല്ല, അത് ലോകത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ഒന്നും വേണ്ടാന്നല്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോകണമെന്നൊന്നും പറയുന്നില്ല. ഉപേക്ഷിക്കേണ്ടത് മനസ്സുകൊണ്ടാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടത് അഹന്താ മമതകളാണ്. പിന്നെ എന്തൊക്കെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായാലും ഒരു കുഴപ്പമില്ല, അതൊന്നും നമുക്ക് ബന്ധന കാരണമായി തീരില്ല. ഈ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ കഴിയാതെ ശരീരം കൊണ്ട് ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏത് കാട്ടിൽ പോയി ഇരുന്നിട്ടോട്ട് കാര്യവുമില്ല എന്നർത്ഥം. അപ്പോൾ ഏകാദശ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ ഈ ലോകത്തിന്റെ നശ്വരത നമുക്ക് ബോധിപ്പിച്ചു തരികയാണ്. ഈ ലോകം അനിത്യമാണ്. ഈ അനിത്യമായ ലോകത്തിന് ഈ ലോകം നമുക്ക് മുന്നിൽ അനുഭവമുണ്ട്. ഈ ഒരു അനുഭവത്തിന് അധിഷ്ഠാനമായി ഒന്നും ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ ഈ അനിത്യമായ ലോകാനുഭവത്തിന് അധിഷ്ഠാനമായ സത്യം എന്താണ്? അത് ഭഗവാനാണ്. ആ സത്യത്തിലേക്ക് മനസ്സുറപ്പിക്കൂ. ആ സത്യത്തെ ഈ ലോകത്തിന്റെ സത്യമായി കാണൂ. എല്ലാറ്റിലും ആ സത്യത്തെ ദർശിക്കൂ. അപ്പോൾ നമ്മൾ എന്താണോ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്, ആ പരമമായ ശാന്തി അവിടെ ഉണ്ടാവും. അവിടെയേ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും പരമമായ ശാന്തി തരാൻ കഴിവുള്ളവ ആയിട്ട് ഇല്ല. ആകാശത്തെ ഉപനിഷത്ത് പറയുന്നുണ്ട്, ആകാശത്തെ ഒരു വേഷ്ടി പോലെ ചുരുട്ടിക്കെട്ടാൻ യഥാ ചർമ്മവതാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ, ഒരു വേഷ്ടി പോലെ ഈ ആകാശത്തെ മുഴുവനായി ചുരുട്ടിക്കെട്ടാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. അത്ര പോലും സാധ്യത ആത്മജ്ഞാനം വഴിയല്ലാതെ ശാന്തിക്ക് ഇല്ല എന്നാണ്. പരമമായ ശാന്തി ആത്മജ്ഞാനത്തിലേ ഉള്ളൂ.
സർവവും ഭഗവാനാണെന്നുള്ള അദ്വൈത ജ്ഞാനത്തിലെ എന്തുള്ളൂ? പരമമായ ശാന്തിയുള്ളൂ എന്നർത്ഥം. ഇതാണ് ഒരു പീഠിക പോലെ ഏകാദശ സ്കന്ധത്തിന്റെ തുടക്ക ഭാഗം തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ആ ഉപദേശ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഭാഗം നിമി നവയോഗി സംവാദം. ഭഗവാൻ ദ്വാരകയിൽ ഇല്ലാതിരുന്ന ഒരു ദിവസം അവിടേക്ക് ഈ വസുദേവർ അവിടെ ഉണ്ട്. നാരദ മഹർഷി അങ്ങോട്ട് വന്നു. നാരദ മഹർഷിയെ കണ്ട് അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീതം, അർച്ചിച്ചു, പൂജിച്ചു. പൂജയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്ന നാരദ മഹർഷിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വസുദേവർ നാരദ മഹർഷിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാപിത്രോഹോ ഉത്തമശ്ലോകവർമ്മനാം. അല്ലയോ ഭഗവൻ, അങ്ങയുടെ യാത്ര സർവദേഹികളുടെയും സ്വസ്തിക്ക് വേണ്ടിയിട്ടാണ്. മഹാത്മാക്കൾ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് ലോകത്തിന്റെ സ്വസ്തിക്ക് വേണ്ടിയിട്ടാണ്. ലോകത്തോടുള്ള കാരുണ്യം കൊണ്ടാണ്, സഹജമായ കാരുണ്യം കൊണ്ടാണ്. ഭൂതാനാം ദേവചരിതം ദുഃഖായജ സുഖായജ. ഈ ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങിയ ദേവന്മാരൊക്കെ അല്ലേ, അവരെ ആരാധിച്ചാൽ സുഖം തരും, കൂടെ ദുഃഖവും തരും. അപ്പൊ ദേവന്മാർക്കായുള്ള ആരാധനകളും പൂജകളൊക്കെ സുഖദുഃഖങ്ങളെ മാറി മാറി തരുമെങ്കിൽ സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം എന്നാണ്. അച്യുതാത്മനാം ത്വാദൃശാം സാധൂനാം ദർശനം സുഖായൈവ ഹി എന്നാണ്. അച്യുതാത്മാക്കളായ, അച്യുത സ്വരൂപികളായ, സജ്ജനങ്ങളായ അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളുടെ ദർശനം സുഖം മാത്രം തരുന്നതാണ്. ദേവന്മാരുടെ അനുഗ്രഹത്തിൽ തന്നെ ചിലപ്പം സുഖവും ദുഃഖവും മാറി മാറി വരുമെങ്കിൽ സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിൽ സുഖമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്രഹ്മൻ തഥാപി പൃച്ഛാമ ധർമാൻ ഭാഗവതാം സ്തവം യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യ മുച്യതേ സർവതോഭയാത്. ഞങ്ങൾ അങ്ങയോട് ചോദിക്കുകയാണ്, ഭാഗവത ധർമ്മങ്ങൾ പറഞ്ഞു തരൂ. ഭാഗവത ധർമ്മങ്ങളെ ചോദിക്കുകയാണ്. എന്ത് ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ മർത്യ സർവതോഭയാത് മുച്യതേ, മനുഷ്യൻ എല്ലാ തലത്തിലും സർവതലത്തിലുമുള്ള ഭയത്തിൽ നിന്ന് മുക്തനാകുമോ, ആ ആത്യന്തിക ഭയനിവൃത്തിക്ക് കാരണമാകുന്ന ഭാഗവത ധർമ്മത്തെ എനിക്ക് ഉപദേശിച്ചു തന്നാലും. ഈ സന്ദർഭത്തിൽ വസുദേവര് അവിടെ വ്യാഖ്യാതാക്കൾ പറയും, ആവശ്യപ്പെട്ടത് പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ അല്ല, നിവൃത്തി ലക്ഷണമായ ധർമ്മത്തെയാണ് എന്ന്. എന്തുകൊണ്ട്? പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ ഇതേ നാരദ മഹർഷി വസുദേവർക്ക് ഉപദേശിച്ചതാണ്. എവിടെ വെച്ച്? എപ്പോൾ? സമന്തപഞ്ചക തീർത്ഥക്കരയിൽ വെച്ച്. ഓർമ്മയില്ല ആ രംഗം? കഴിഞ്ഞ പ്രഭാഷണത്തിൽ അത് കേട്ടിട്ടുണ്ടാവും. അവിടെ എന്താ പറഞ്ഞത്? എങ്ങനെയാണ് ഇവിടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുക, അതാണ് പ്രവൃത്തി ലക്ഷണമായ ധർമ്മം എന്ന് വെച്ചാൽ. അതവിടെ വിശദമായി ഉപദേശിച്ചതാണ്, അങ്ങയിൽ നിന്നും അത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നിവൃത്തി ലക്ഷണമായ ധർമ്മം തന്നെയാണ്. അപ്പോൾ ആ ഭാഗവത ധർമ്മത്തെ എനിക്ക് ഉപദേശിച്ചു തരൂ എന്നിങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് നാരദ മഹർഷി ഭാഗവത ധർമ്മങ്ങൾ ഉപദേശിക്കാൻ ആരംഭിക്കുകയാണ്. അന്വാഖ്യാന രൂപേണയാണ് ഉപദേശം. അതായത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയല്ല. ഋഷഭപുത്രരായ നവയോഗികൾ, കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാസൻ, ഈ 9 പേരും ആത്മവിദ്യാവിശാരദന്മാരായ നവയോഗികളാണ്. ശ്രമണ, വാദരശന, എന്താണ് ഊർധ്വമന്ധിനഹ എന്നൊക്കെ ഭാഗവത് അവരെ വിശേഷിപ്പിച്ച് പറയും. അവര് ശ്രമണന്മാരാണ്. ബ്രഹ്മത്തിലേക്കായി മാത്രം പരിശ്രമം ചെയ്യുന്നവരാണ് ശ്രമണന്മാരെന്നാണ്. വാദരശനന്മാരാണ്. വാദ ഏവ രസന, രസന എന്ന് വെച്ചാൽ അരഞ്ഞാണം, കടിസൂത്രം എന്നൊക്കെയാണ് അർത്ഥം. ഈ കാറ്റ് അരഞ്ഞാണായി, കാറ്റിനെ അരഞ്ഞാണായിട്ട് ധരിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ദിഗംബരന്മാർ എന്ന് പറയാം, ഇല്ലെങ്കിൽ വസ്ത്രധാരണത്തിലൊന്നും ശ്രദ്ധ ഇല്ലാത്തവര് എന്നർത്ഥം.
ഈ ശരീരത്തിൽ ശ്രദ്ധ ഉണ്ടാവുമ്പോഴല്ലേ വസ്ത്രധാരണത്തിലൊക്കെ ശ്രദ്ധ ഉണ്ടാവുക. അപ്പൊ ശരീരത്തിൽ നിന്നൊക്കെ തീർത്തും വിട്ടവരെന്നർത്ഥം. അവർ ആത്മവിദ്യാ വിശാരദന്മാരാണ്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജൻ. ഇവരുടെ പേരുകൾ തന്നെ ഇവരുടെ മഹത്വത്തെ കാണിക്കുന്നുണ്ട്. കവി, അതിക്രാന്ത ദർശിത്വാത് കവി എന്നാണ്. ആരാണ് കവി? അതിക്രാന്ത ദർശനം ആർക്കുണ്ടോ അയാളാണ് കവി. ഇവിടെ ഉള്ളത് മാത്രമല്ല, ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, എവിടെയുള്ളതും എപ്പോഴുള്ളതും കാണുന്നത്, അതാണ് അതിക്രാന്ത ദർശിത്വം എന്ന് വെച്ചാൽ. കാണുന്നയാളാണ് കവി എന്ന്. ഇനി അതിനെ ആധ്യാത്മികമായി ചിന്തിച്ചാൽ ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ആയ വസ്തു ഏതോ അതിനെ സദാ കണ്ട് സഞ്ചരിക്കുന്നയാൾ, ആ സത്യത്തിൽ സദാ ഇരിക്കുന്നയാൾ കവി. പിന്നെ ഹരി, ആത്മതമഹ ഹാരിത്വാത് ഹരി. ആത്മതമഹ, ഉള്ളിലുള്ള മനസ്സിലുള്ള തമസ്, അജ്ഞാനമാകുന്ന തമസിനെ ആരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള തമസ്, അജ്ഞാനാന്ധകാരം നീങ്ങുമോ, അങ്ങനെ അജ്ഞാനാന്ധകാരത്തെ നീക്കുന്നയാളാണ് ഹരി എന്നാണ്. കവി, ഹരി. പിന്നെ ആര്? അന്തരീക്ഷൻ. അസംഗത്വാത് അന്തരീക്ഷ എന്നാണ്. ഈ അന്തരീക്ഷം പോലെ ഒന്നിനോടും സംഘമില്ലാതെ സഞ്ചരിക്കുന്നയാൾ, അയാളാണ് ആര്? അന്തരീക്ഷം എന്നാണ്. കവി, ഹരി, അന്തരീക്ഷ, പ്രബുദ്ധ. പ്രബുദ്ധൻ, ആ വാക്കിന്റെ അർത്ഥം എന്താ? ഉണർന്നവനാണ്. സത്യത്തിൽ ഉണർന്നിരിക്കുന്നയാൾ, അജ്ഞാനത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നയാൾ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന് സ്വപ്നം എങ്ങനെയോ അതുപോലെ ഈ ലോകത്തെ സ്വപ്നത്തിന് തുല്യം കണ്ട് ആ ലോകമാകുന്ന സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ഇരിക്കുന്നയാൾ. അപ്പൊ ലോകത്തിലാണ് ഇരിപ്പ്, ലോകത്തിൽ വ്യവഹരിക്കുകയൊക്കെ ചെയ്യും. ഈ സ്വപ്ന കാഴ്ച എങ്ങനെ നമ്മളെ ബാധിക്കില്ലയോ അതുപോലെ ലോകം ബാധിക്കില്ല. പ്രബുദ്ധൻ. പിന്നെ പിപ്പലായനൻ. പിപ്പലായനൻ മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നയാളാണെന്നാണ് പദത്തിന്റെ അർത്ഥം. പിപ്പല വൃക്ഷത്തിന് അടിയിൽ ഇരിക്കുന്നയാള്. ആരാ? ഈ മരത്തിന്റെ താഴത്ത് ഇരിക്കുന്ന ഒരാളുണ്ട്, വളരെ പ്രസിദ്ധനായിട്ടുള്ളയാൾ. വടവിടബി സമീപേ ഭൂമിഭാഗേ നിഷന്നം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത് ത്രിഭുവന ഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണ ദുഃഖഛേദദക്ഷം നമാമി. ആ വടവൃക്ഷത്തിന്റെ താഴെ വീരാസനസ്ഥനായിട്ടിരുന്ന് മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം, മൗനത്തിലൂടെ പരമമായ തത്വത്തെ ഉപദേശിക്കുന്ന ദക്ഷിണാമൂർത്തി, ആത്മജ്ഞാനികളുടെ ആദി ഗുരു. ആ ദക്ഷിണാമൂർത്തി കാണിക്കുന്നത് തന്നെ ആത്മവിദ്യയാണ്, അധ്യാത്മവിദ്യ. ആ അധ്യാത്മവിദ്യ സ്വരൂപമായി ഉള്ളയാള് ആര്? പിപ്പലായൻ. പിന്നെ ആവർഹോത്രം. ഹോത്രം എന്ന പദത്തിന് അഗ്നി എന്നാണ് അർത്ഥം. ഇവിടെ അഗ്നി എന്നതിന് ഉപലക്ഷണമായി എടുത്ത് സർവകർമ്മങ്ങളും ഭസ്മസാൽ ഗുരുദേർജന, എന്താ ജ്ഞാനാഗ്നിയിൽ ഭസ്മമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നില്ലേ? ആ ജ്ഞാനാഗ്നി, ബ്രഹ്മാഗ്നി. ആ ബ്രഹ്മാഗ്നി ആരിൽ ആവിർഭൂതമായി പ്രകാശിക്കുന്നുവോ അയാൾ ആര്? ആവർഹോത്രൻ. പിന്നെ ദ്രുമിളൻ. ദ്രുമിളൻ എന്ന് വെച്ചാലും ദ്രമിളാൽ ഗഗനാത്. ദ്രമിളം എന്ന് വെച്ചാൽ ഗഗനം, ആകാശം എന്നർത്ഥമുണ്ട്. ആകാശത്തിൽ ജനിച്ചവൻ, ചിതാകാശത്തിൽ സദാ നിൽക്കുന്നയാൾ എന്നർത്ഥം. ഒക്കെ ഈ ആത്മജ്ഞാനി എന്ന അർത്ഥത്തെ കാണിക്കുന്ന പേരുകളാണെന്നർത്ഥം. ചമസൻ. ചമസൻ ഈ അധ്യാത്മവിദ്യയെ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ആചമനം ചെയ്തയാളാണ്. ഈ അധ്യാത്മവിദ്യ ഉറച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം ഇല്ലാതെയായി. പ്രപഞ്ചം ആ വിദ്യയിൽ ലയിക്കും അല്ലേ? മാലയും വളയും മോതിരവും കടകൊക്കെ ഇങ്ങനെ കുറേ എണ്ണുണ്ട്. സ്വർണമാണ് സത്യം എന്നങ്ങോട്ട് ഉറച്ച്, സ്വർണബുദ്ധിയെ ഉറച്ചു കഴിഞ്ഞാൽ ഈ മാലയും വളയും മോതിരമൊക്കെ അങ്ങ് ലയിക്കില്ലേ സ്വർണത്തില്? അതുപോലെ പ്രപഞ്ചത്തെ അധ്യാത്മവിദ്യയെ കൊണ്ട് ആചമിച്ച ഉള്ളിലേക്ക് എടുത്തയാളാണ് ആര്? ഈ ചമസൻ എന്നാണ്. കരഭാജനൻ, കരം പാത്രമായി നടക്കുന്നയാളാണെന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള 9 നവയോഗികൾ, അവര് ആത്മജ്ഞാനികളാണ്. നിമിരാജാവ് നടത്തി വരുന്ന ഒരു സത്രത്തിലേക്ക് അവരെത്തിച്ചേർന്നു. അവിടെ വെച്ചിട്ട് നിമിരാജാവ് നവയോഗികളോട് ഭാഗവത ധർമ്മം ഉപദേശിച്ചു തരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നവയോഗികൾ നിമിരാജാവിനായി ഭാഗവത ധർമ്മം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ ഉപദേശത്തെ എടുത്തു പറയുകയാണ് ഇവിടെ നാരദ മഹർഷി.
ഈ അന്വാഖ്യാന രൂപേണയുള്ള ഉപദേശം ഇവിടെ മാത്രമല്ല, നമ്മുടെ ശാസ്ത്രങ്ങളിൽ അധികവും ഇങ്ങനെ ഉപദേശിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതെന്തിനെയൊക്കെ കാണിക്കുന്നു? ഒന്ന്, ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിന്റെ അനാദിത്വത്തെ കാണിക്കുന്നു. അനാദിത്വത്തെ. ഇത് എവിടെ തുടങ്ങി, എപ്പോൾ ആരംഭിച്ചു എന്നത് പറയാൻ കഴിയില്ല എന്നർത്ഥം. എവിടെയാണ് സനാതനധർമ്മം ആരംഭിച്ചത്? വേദത്തിന്റെ ഉൽപ്പത്തി എവിടെയാ? ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ വേദിക് പീരീഡ് ഒക്കെ ഉണ്ട്. ഇനി അത് തന്നെ വേദം എഴുതപ്പെട്ട കാലഘട്ടമാണ്. അതിൻ്റെയും പിറകില് വാമൊഴിയായി ഇതെവിടെ ആരംഭിച്ചു പറയാൻ കഴിയില്ല. അനാദിയാണ്. അത് കാണിക്കുന്നു ഈ ഒരു അന്വാഖ്യാന രൂപേണ ഉപദേശം. എല്ലാവരും പിറകിൽ കൊണ്ടാ ചെയ്യുന്നത്. ഒരാളിൽ നിന്നും ആരംഭിച്ചത് നമ്മൾ കാണുന്നില്ല. ഏറ്റവും പ്രാചീനമായി ഗണിക്കുന്ന വേദങ്ങളും ഇത് ശുശ്രമപൂർവേഷാം, ഇത് ശുശ്രമപൂർവാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂർവികന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പിറകിലേക്ക് വരൽ ചൂണ്ടാണ്. അതോടൊപ്പം എന്തുകൂടെ കാണിക്കുന്നു? ആചാര്യന്മാരുടെ വിനയത്തെ, സമ്പ്രദായ മാന്യതയെ, സമ്പ്രദായത്തെ മാനിക്കുന്നതിന്. അസമ്പ്രദായ വിത്തായിട്ടുള്ള ആളെ മൂർഖവതുപേക്ഷണീയ എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അസമ്പ്രദായ വിത്തായിട്ടുള്ള ആളെ മൂർഖനെ പോലെ ഉപേക്ഷിക്കണം എന്നാണ്. ആ സമ്പ്രദായത്തെ മാനിച്ചുകൊണ്ട് ഉപദേശിക്കുക. ദക്ഷിണാമൂർത്തിയിൽ നിന്നും ആരംഭിച്ച് നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലിയല്ലോ, സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം. അങ്ങനെയുള്ള ആ ആചാര്യ പരമ്പര, അതാണ് സമ്പ്രദായം എന്ന് വെച്ചാൽ. ആ സമ്പ്രദായത്തെ അംഗീകരിച്ചുകൊണ്ട് അനുവർത്തിച്ചുകൊണ്ട് അതിൽ ഒരു കണ്ണി എന്ന നിലയ്ക്ക് മാത്രം തന്നെ കണ്ടുകൊണ്ട് ഉപദേശിക്കുന്ന, സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഉപദേശിക്കുന്ന ഗുരുവിനെ നമുക്ക് ഈ ഒരു അന്വാഖ്യാന രൂപേണയുള്ള ഉപദേശ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഉപദേശിക്കണം എന്ന് മനസ്സിലാക്കാം. ശരി, അപ്പോൾ ഈ നവയോഗികൾ നിമിരാജാവിന്റെ സത്രത്തിൽ എത്തിച്ചേർന്നു. നിമിരാജാവ് നവയോഗികളെ സ്വീകരിച്ചു. പറഞ്ഞു, മന്യേ ഭഗവത സാക്ഷാത് പാർഷദാനുഭവ മധുദ്വിഷ വിഷ്ണോർഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. നിങ്ങൾ ഭഗവാന്റെ പാർഷദന്മാര് തന്നെ. ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഈ മനുഷ്യജന്മം കിട്ടാന്ന് വെച്ചാൽ തന്നെ മഹാഭാഗ്യം. ദുർലഭം ത്രയമേവേദൽ ദൈവാനുഗ്രഹഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയം. മനുഷ്യനായിട്ട് ജനിക്കാൻ കഴിയുക, മുമുക്ഷുത്വം മോക്ഷത്തിനായുള്ള അഭിവാഞ്ചയുണ്ടാവുക, ഭഗവാനോട് താല്പര്യം ഉണ്ടാവുക, അതന്നെ ഭാഗ്യം. ഇനി മഹാപുരുഷന്മാരെ കാണാൻ കഴിയുക, സത്സംഗം. ഇതൊക്കെ സുഹൃതം ചെയ്ത ജീവന്മാർക്കേ സാധിക്കുള്ളൂ എന്നാണ്. അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് സാധിച്ചു. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. വൈകുണ്ഠപ്രിയന്മാരെ ദർശിക്കാൻ കഴിയാന്ന് വെച്ചാൽ ദുർലഭമായിട്ടുള്ള കാര്യമാണ്. ഭാഗ്യം ഉള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വളരെ ദുർലഭമായി കിട്ടുന്ന ഭാഗ്യത്തെ പൂർണ്ണമായി എനിക്ക് അനുഭവിക്കണം. അതാ ആത്യന്തികം ക്ഷേമം പൃച്ഛാമഹ ഭവതോനഘാഹ. അല്ലയോ മഹാത്മാക്കളെ, നിങ്ങളോട് ഞാൻ ആത്യന്തികമായ ക്ഷേമത്തെക്കുറിച്ചിട്ട് ചോദിക്കുകയാണ്. ആത്യന്തികമായ ക്ഷേമം എന്താണെന്നും ആ ആത്യന്തിക ക്ഷേമത്തിലേക്ക് ഒരു മർത്യനെ, ജീവനെ എത്തിക്കുന്ന ഭാഗവത ധർമ്മങ്ങൾ എന്താണെന്നും നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരൂ. സംസാരേസ്മിൻ ക്ഷണാർദ്ധഃ അഭി സത്സംഗഃ ശേവധിർനൃണാം. അസ്മിൻ സംസാരേ ക്ഷണാർദ്ധഃ സത്സംഗഃ അഭി നൃണാം ശേവധിഃ. ഈ സംസാരത്തിൽ ക്ഷണാർദ്ധം ഉള്ള സത്സംഗം പോലും നൃണാം, നരർക്ക്, മനുഷ്യർക്ക് എന്താണെന്നാ പറഞ്ഞത്? ശേവധിയാണ്. ശേവധി എന്ന് വെച്ചാൽ നിധി എന്നർത്ഥം. ഇപ്പൊ ക്ഷണാർദ്ധം, ക്ഷണം എന്ന് വെച്ചാൽ ഒരു ക്ഷണം നിൽക്കൂ എന്ന് പറയില്ലേ, ഒരു സെക്കൻഡ് എന്നൊക്കെ പറയാം. ഏറ്റവും ചെറിയ സമയം. ആ ചെറിയ സമയത്തിന്റെയും ചെറിയ സമയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ഷണാർദ്ധം എന്ന് പറഞ്ഞു. ഈ ക്ഷണാർദ്ധം സത്സംഗം പോലും മനുഷ്യർക്ക് നിധിയാണ്. അതെ,
ഒരു ക്ഷണാർദ്ധം സത്സംഗത്തിന് ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തെ മൊത്തം മാറ്റാൻ സാധിച്ചേക്കാം. അധ്യാത്മരാമായണത്തിലെ രത്നാകരന്റെ കഥ നമുക്കതല്ലേ കാണിച്ചു തരുന്നത്. കാട്ടാളനായിരുന്ന ക്രൂരനായിരുന്ന അദ്ദേഹത്തിന് സപ്തർഷികളുമായ സംഘം മൂലം മൊത്തം മാറി, തീർത്തും മാറിയില്ലേ? ആ ഒരു മാറ്റം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തൻ്റെ സുഖത്തിന് വേണ്ടി ആരെ കൊല്ലാനും മടിയില്ലാതിരുന്ന ആ കാട്ടാളൻ സത്സംഗം കൊണ്ട് മാറിയപ്പോഴോ ഒരു പക്ഷി മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ കാരുണ്യ ഹൃദയത്തിനുടമയായി എന്നർത്ഥം. അതാണ് സത്സംഗത്തിന്റെ മഹത്വം. മഹാത്മാക്കളുമായ കണ്ടുമുട്ടൽ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കാം. നരേന്ദ്രന്റെ കഥ, വിവേകാനന്ദ സ്വാമിയുടെ കഥ അങ്ങനെയല്ലേ? രാമകൃഷ്ണ പരമഹംസരുമായിട്ടുള്ള കണ്ടുമുട്ടലിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറി. നമുക്കും അത് പ്രയോജനകരമായി തീർന്നു, ലോകത്തിന് പ്രയോജനകരമായി തീർന്നു. ഇങ്ങനെ നമ്മളൊക്കെ നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ ഇപ്പൊ അവിടെ അങ്ങനെ ഇരിക്കാൻ കാരണം, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കാരണം ഒക്കെ സത്സംഗത്തിന്റെ എന്താ പറയാ ഉപയോക്താക്കളല്ലേ, അതിന്റെ ഫലങ്ങളല്ലേ? നമ്മളൊക്കെ ആലോചിച്ച് നോക്കും. സത്സംഗം കൊണ്ടല്ലേ നമുക്കിപ്പം ഇത്രയും എത്താനും ഇവിടെ ഇരിക്കാനും സാധിച്ചത്. അപ്പൊ സത്സംഗത്തിന് അത്ര കണ്ട് മഹത്വമുണ്ട് എന്നർത്ഥം. അതാണ് എന്ത് പറഞ്ഞത്, നിധിയാണ് സത്സംഗം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അരക്ഷണം സത്സംഗം പോലും നിധിയാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് അരക്ഷണം സത്സംഗം സാധിക്കുമെങ്കിൽ അവിടെ പോയിരുന്നോളാം. രാവിലെ ഓഫീസിൽ പോകാണ്ട് എന്തായാലും മുഴുവൻ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ഇനി രാവിലെ 1 മണിക്കൂറേ ഇരിക്കാൻ പറ്റുള്ളൂ, ഭക്ഷണത്തിന് വേണ്ടി വന്നതാണ് അവിടെ ഉള്ളവർ വിചാരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പോവാതിരിക്കേണ്ട, പോയിക്കോളാ. ഉച്ചയ്ക്ക് 12:45 എത്താൻ പറ്റുള്ളൂ, 1 മണിക്ക് നൃത്തം ചെയ്യും. അപ്പോൾ പോകുന്നത് മോശമല്ലേ, വിചാരിക്കേ വേണ്ട, പോയിക്കോളുക. ഇനി അങ്ങനെ വരുന്നവരെ നമ്മൾ അങ്ങനെ കാണുകയും ചെയ്യാം. ചിലപ്പോൾ ആ 1 മിനിറ്റ് മതിയാവുന്ന, ആ 1 മിനിറ്റ് ആയിരിക്കാം നമ്മളുടെ ജീവിതം മുഴുവൻ മാറാൻ കാരണമാവുന്നത്, നമുക്കറിയില്ല. അതുകൊണ്ട് സത്സംഗത്തിന് കിട്ടുന്ന അവസരം ഒന്നും ഒഴിവാക്കാതിരിക്കാം. എത്ര ചെറിയ സമയോ പോയിരുന്നോളെ. ശരി, അപ്പോൾ ഭാഗവത ധർമ്മങ്ങൾ ഉപദേശിച്ചു തരൂ, ഇതാണ് ആവശ്യം. കവി ഉപദേശിക്കാൻ തുടങ്ങി. ഒരു ശ്ലോകത്തിൽ ഭാഗവത ധർമ്മം എന്താണെന്ന് ഭംഗിയായി പറഞ്ഞു വെച്ചു. എന്താ അത്? മന്യേ കുതശ്ചിൽ ഭയം അച്യുതസ്യം പാദാംബുജോപാസനം അത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേരസദാത്മഭാവാദം വിശ്വാത്മനായത്ര നിവർത്തതേഭി. അസദാത്മഭാവാത് ഉദ്വിഗ്ന ബുദ്ധേ. അസദാത്മഭാവം കൊണ്ട് ഉദ്വിഗ്ന ബുദ്ധികളായി നിൽക്കുന്ന ഈ സംസാരികളുടെ ഉദ്വിഗ്നതകളൊക്കെ ഇല്ലാതെയാവാൻ ഒരേ ഒരു മാർഗം എന്താണ്? അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. അസദാത്മഭാവാത് ഉദ്വിഗ്ന ബുദ്ധേ. അസദാത്മഭാവം കൊണ്ട് ഉദ്വിഗ്ന ബുദ്ധി. ഈ ഉദ്വിഗ്നത എന്ന് വെച്ചാൽ എന്താ? ഭയം എന്നർത്ഥം. അപ്പോൾ ഭയം എന്തുകൊണ്ടുണ്ടാവുന്നു? അസദാത്മഭാവം കൊണ്ടുണ്ടാവുന്നു. അസത്തിൽ ആത്മഭാവം വെക്കുക കാരണം ഭയമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു. ഭയത്തിന് ദുഃഖത്തിന് വേറൊരു കാരണമില്ല. ഈ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അസത്തിൽ സത്യബുദ്ധി വെക്കുക, അസത്തിൽ സദ്ബുദ്ധി വെക്കുക. ഈ ശരീരം അസത്താണ്. എന്താ അസത്ത് എന്ന് വെച്ചാൽ? പണ്ടൊക്കെ മുത്തശ്ശിമാര് വിളിച്ചിരുന്ന ഒരു ചീത്തയായിരുന്നു ഈ അസത്ത എന്നുള്ളത്. നല്ല ചീത്തയാണത്, സത്യമാണത്, കളവല്ല. മറ്റേ നായയെ കഴുതയെന്നൊക്കെ വിളിച്ചാൽ അത് കളവാണല്ലോ. ഇത് സത്യമാണ്. അസത്ത എന്ന് വിളിച്ചാൽ ആ ശരീരത്തെ വെച്ച് വിളിക്കുകയാണെന്ന് വെച്ചാൽ സത്യമാണ്. എന്താ അസത്ത് എന്ന് വെച്ചാൽ? ഇല്ലാത്തത് എന്നർത്ഥം. സത്തെന്ന് വെച്ചാൽ എന്നും ഉള്ളത്. ഉണ്മ എന്നാണ് സത്തെന്ന പദത്തിന്റെ അർത്ഥം. അസത്തെന്ന് വെച്ചാൽ ഇല്ലായ്മ. അപ്പൊ ഇല്ലാത്തതിൽ സദ്ബുദ്ധി, ഇല്ലാത്തതിൽ ഉണ്ട് എന്നുള്ള ബുദ്ധി വെക്കല്. ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ഒന്നിനെ ഉള്ളത് എന്ന് പറയണമെങ്കിൽ അതിന് അത് ത്രികാലാതീതമായിരിക്കണം. 3 കാലത്തിലും ഉള്ളതിനെ മാത്രമേ ഉള്ളതെന്ന് പറയുള്ളൂ. പരമമായി ഉള്ളത് എന്ന് പറയുള്ളൂ. ഇന്നലെയും ഉള്ളത്, ഇന്നും ഉള്ളത്, നാളെയും ഉള്ളത്, എവിടെയും ഉള്ളത്, കാലങ്ങളാൽ അബാധിതമായി
നിൽക്കുന്നതെന്തോ തത് സത്ത് എന്നാണ്. അതാണ് സത്ത്, അതിന്റെ ഭാവമാണ് സത്യം. അപ്പൊ അങ്ങനെ നോക്കൂ, നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നതൊക്കെ ദേശകാലങ്ങൾക്കുള്ളിലുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു കൂടിയിരിപ്പ് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നില്ല, 3:20 മുന്നേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ 4:30 കഴിഞ്ഞോട്ട് ഉണ്ടാവില്ല. ഇനി നമ്മളൊക്കെ എത്ര കാലം ഉണ്ടാവും? 100 കൊല്ലം, 120 കൊല്ലം ആയിക്കോട്ടെ, അത് കഴിഞ്ഞല്ലേ ആദ്യമാവുമല്ലോ. 120 തന്നെ ഓർപ്പിച്ചോളൂ, വിരോധമൊന്നുമില്ല. 120 കഴിഞ്ഞാൽ എന്തായാലും ഒരു 130, 125 മാക്സിമം എന്നാണ് കേട്ടിട്ടുള്ളത്. അത്രയൊക്കെ ജീവിച്ച ആൾക്കാരുണ്ടായിട്ടുണ്ടെന്നാണ്. എന്നാലും ഇല്ലാതെയാവും, ഉറപ്പാണ്. ഡേറ്റ് ഓഫ് ഡെഡ് ഉണ്ട്, ഇല്ലാതെ പറ്റില്ല. ഇന്നലെ അതെന്തുകൊണ്ടാ? ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കുണ്ട്. ഇപ്പൊ ജനിച്ചതൊക്കെ ഇല്ലാതെയാവും, ഉണ്ടായതൊക്കെ നശിക്കും. ആ നിലയ്ക്ക് ചിന്തിച്ചാൽ ഉണ്ടായതൊക്കെ അസത്താ, ഉണ്ടായതെല്ലാം അസത്താണ്. കാരണം അതൊക്കെ നശിക്കും. ഉണ്ടാകാത്തതെന്തോ അത് നശിക്കാത്തതാണ്. അതെന്താണ്? അത് ഞാനാണ്. ഞാൻ എന്ന ബോധം അത് ഉണ്ടായതല്ല, അതിന് മാറ്റമില്ല. അത് സ്വയം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പുറമെ ശരീരത്തിൽ അവസ്ഥകൾ മാറി മാറി വരുന്നുണ്ട്. കാലം ഈ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മനസ്സ് അവസ്ഥകൾ മാറി മാറി അനുഭവങ്ങളെ നമുക്ക് മാറ്റി മാറ്റി തരുന്നുണ്ട്. എന്നാൽ ഞാൻ മാറുന്നു എന്ന അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസു അഭി വ്യാവർത്താസു അനുവർത്തമാനം അഹമിത്യന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരവേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു, ബാല്യം തുടങ്ങിയ അവസ്ഥകൾ, ബാല്യം, കൗമാരം, യൗവനം, ജര, ഇതൊക്കെ ഈ ശരീരത്തിന് മാറി മാറി വന്നു. ആ മാറ്റം ശരീരത്തിൽ കാണപ്പെട്ടു. ഇപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഇയാളെ ഇതുപോലെയായിരുന്നു നമ്മൾ കുറെ കാലം മുന്നേ, അല്ലേ? അയാളെ പോലെ ആയിരുന്നില്ലേ? ഇതൊരു നല്ല കാലമായിരുന്നത്. അങ്ങനെയുള്ള ചിത്രം നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന ആൽബം വെച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാൻ ചെയ്യാറുണ്ട്, ഇത് ഞാനാണ് കേട്ടോ എന്ന്. എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ചിത്രത്തിൽ കാണുന്നയാളും ഇന്ന് ഈ പറയുന്നയാളും തമ്മിൽ രൂപത്തിൽ എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ അന്ന് കളിച്ച വികൃതികൾ, അന്ന് നമ്മുടെ ഓർമ്മയിൽ ഉള്ള അനുഭവങ്ങൾ, അതിലുള്ള ഞാൻ അതേപോലെ അന്ന് ഞാൻ വേറൊരു ഞാനായിരുന്നു തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കും. ഞാനിനൊരു വ്യത്യാസമില്ലാന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചറെ മുന്നിലിരുന്ന് പഠിച്ച ഞാൻ ഇതേ ഞാനല്ലേ? ഞാനൊരു വ്യത്യാസം വരുന്നില്ല. ശരീരത്തിന് അവസ്ഥകൾ മാറി വരുന്നുണ്ട്, ശരീരത്തിന് അതിന്റെ രൂപവ്യത്യാസം കാണുന്നുണ്ട്, സ്വപ്നം, ജാഗ്രത, സുഷുപ്തിയൊക്കെ മാറി മാറി വരുന്നുണ്ട്. മാറാത്തതൊന്ന് മാത്രം, ഞാൻ എന്ന അനുഭവം. അതാണ് സത്യം, അതാണ് സത്ത്, അത് മാത്രമാണ് സത്ത്. അതെന്നുമുണ്ട്, എവിടെയുമുണ്ട്. എന്നിലും നിങ്ങളിലും ഈ കാണുന്ന സർവത്തിലും ഒരുപോലെ പ്രകാശിക്കുന്നത് ആ പരമമായ ചൈതന്യം. അതിന് മരണമില്ല. ഇനിയിപ്പൊ നാളെ മരിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം, അത് മരിക്കണ്ടേ? ഇല്ലേ? എത്ര കഷ്ടം ആലോചിച്ച് നോക്കും. ഇപ്പം തന്നെ കണ്ണ് കാഴ്ച കുറഞ്ഞു, ഇല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ഇനിയും കുറയും, നടക്കാൻ വയ്യാതെയായി. ഇതിങ്ങനെ ഈ സാധനം വീണ്ടും വീണ്ടും കേടുവന്നിട്ട് ഇത് 150 കൊല്ലം നിന്നാൽ എത്ര കഷ്ടം. അത് പോണ്ടേ? ഇത് പോയാൽ ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പുതിയത് കിട്ടുന്ന നല്ല സാധനം കിട്ടും, അല്ലേ? പിന്നെ ഈ കേട് വന്ന ഓൾഡ് ആയിട്ടുള്ള സാധനം പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നത് എന്തിനാ? പുതിയത് കിട്ടാനാ പോകുന്നത്. കിട്ടണമെങ്കിൽ ഇനി വേണ്ടായാലും മരണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന. മരിക്കാതിരുന്നാലേ കുഴപ്പം. 100, 150 കാലനില്ലാത്ത കാലത്തെ പറ്റി കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടില്ലേ? വലിയ കഷ്ടാന്ന്. ഈ കയ്യും കാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കാലാവധി കഴിയും, ഇതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വീണു തുടങ്ങും. എത്ര ഭീകരാന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നല്ലതെന്താ? വേഗം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയത് കിട്ടും, അതുപോലത്തത് കിട്ടും. നല്ല ചുറുചുറുക്കോട് കൂടി ഇപ്പം ആ മിടുക്കൻ ഓടി നടക്കുന്നത് പോലെ നമുക്ക് ഓടി നടക്കാൻ പറ്റും. അപ്പൊ സന്തോഷമായിട്ട് കാത്തിരിക്കല്ലേ വേണ്ടത്. ഇനി ഇല്ലേ അതിലും ഉയർന്നത്, അതാണ് പരമെന്ന് കരുതുന്നുവെങ്കിൽ അത് കിട്ടും. ഇനി അതല്ല, നിങ്ങട്ട് ജനിക്കേ വേണ്ട എങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങോട്ട് ജനിക്കുന്നേ ഇല്ല, എനിക്ക് ഭഗവാൻ മാത്രം മതി നിശ്ചയിച്ചിട്ടാ പോകുന്നെങ്കിൽ ഇങ്ങോട്ട് വരും വേണ്ട. രണ്ടാണെങ്കിലും
ഈ മരണഭയത്തിന് നിൽപ്പേയില്ല. എന്തിനു പേടിക്കണം മരിക്കാൻ? മരിക്കുന്നത് ഞാനാണെങ്കിലല്ലേ പേടിക്കണ്ടോ? ഞാൻ മരിക്കുന്നില്ല എന്ന്. അപ്പൊ ഞാൻ ഇല്ലാതെയാവുന്നില്ലേ? അതിപ്പോ ഉറക്കത്തിൽ ഇല്ലാതെയാവുന്നില്ലേ? ഉറങ്ങുന്നതിനെ നമ്മൾ ഭയക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഉണരും നമുക്കറിയാം. മറ്റേത് നമുക്ക് അറിയില്ല. അതാണ് പ്രശ്നം. ഈ മരണം എന്നുള്ളതിനെ ഒരു ഉറക്കം പോലെ കണ്ടാൽ മതി. ഉറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയില്ല. അതേപോലെ നമ്മളൊന്നും അറിയാതെ വീണ്ടും അങ്ങോട്ട് ഉണർന്നോളും. ഉണരുമ്പം കുറച്ചുകൂടി സുഖ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ ബാധ്യതകളൊന്നുമില്ല, കടമൊന്നുമില്ല. അതൊക്കെ നമ്മളെ മക്കൾ വീട്ടിക്കോളുന്ന. എല്ലാ ബാധ്യതകളും തീരും. പിന്നെ എന്തിനു ഭയക്കണം? ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ അസത്തിൽ സത്യബുദ്ധി വെക്കുന്നതാണ് ഭയത്തിന് കാരണം. അതാണ് എന്ത് പറഞ്ഞത്? അസദാത്മഭാവാത് ഉദ്വിഗ്ന ബുദ്ധേഹം. ആ ഭയം, ദുഃഖം നീങ്ങാനുള്ള വഴി എന്താണ്? സത്തിനെ ആശ്രയിക്കുക. അതാണ് എന്ത് പറഞ്ഞത്? അച്യുതസ്യ പാദാംബുജോപാസനം. ഇവിടെ ദുഃഖത്തിന് കാരണം ഇപ്പൊ അടുത്ത് ചിദാംബൂർ സ്വാമിജിയോട് ഒരാൾ ചോദിച്ചു, ഈ സുഖം ഉണ്ടാവാൻ എന്താ വേണ്ടത്? സുഖമായി തന്നെ ഇരിക്കാൻ എന്താ വേണ്ടതെന്ന്. സ്വാമി പറഞ്ഞു, നശിക്കാത്ത എന്നും ഉള്ളതിനെ പിടിച്ചിരുന്നാൽ മതി. അങ്ങനെയുള്ള സാധനങ്ങളെ മാത്രം ജീവിതത്തിൽ കൂടെ നിർത്തിയാൽ മതി. എന്നാ സുഖം തന്നെ ഇരിക്കുന്ന. അപ്പൊ മാറാത്ത നശിക്കാത്ത സാധനങ്ങളില്ല. ഒറ്റ സാധനയുള്ളൂ. ഒന്നേ ഉള്ളൂ. അച്യുതനായി ഒരേ ഒരാളേ ഉള്ളൂ. ആ അച്യുതനെ സർവത്തിലും സത്യമായി കണ്ട് ആ അച്യുതനെ ആശ്രയിച്ചു നിന്നാൽ ഭയമില്ല, ദുഃഖമില്ല. അപ്പൊ അച്യുതസ്യ പാദാംബുജോപാസനം എത്ര എളുപ്പമാണ്. അപ്പൊ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ. ഇന്നിപ്പം നമ്മൾ എന്തിനെയൊക്കെ സേവിക്കുന്നുവോ ഉപാസിക്കുന്നുവോ, നമ്മളെന്ന് വെച്ചാൽ ഈ സംസാരികൾ എന്നുള്ള അർത്ഥത്തിലാവട്ടെ, ഇവിടെ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ ഈ ലോകത്തിൽ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഭയന്ന് നടക്കുന്ന ആൾക്കാർ എന്തിനെയൊക്കെ സേവിച്ച് ഉപാസിച്ച് നടക്കുന്നുവോ അതിനെയൊക്കെ വിട്ടിട്ട് ഭഗവാനെ സേവിക്കുക, അച്യുതനെ ആശ്രയിക്കുക. എന്നാൽ ഭയം, ദുഃഖം തീർത്തും ഇല്ലാതെയാവും എന്നർത്ഥം. ഇനി ആ അച്യുതനെ ഉപാസിക്കൽ എങ്ങനെയാ ഭഗവാനെ ഉപാസിക്കേണ്ടത്? അത് പിന്നെ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാദം കരോതി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത്. ഈ ഭഗവാനെ ഉപാസിക്കുക, ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പ്രത്യേക ചില കർമ്മങ്ങൾ ചെയ്യണം, ചില സാധനകൾ ചെയ്യണം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ എന്തെന്ത് ചെയ്യുന്നോ അതൊക്കെ ഭഗവത് ആരാധനയാക്കുക. എന്തെന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഭഗവാൻ ആരാധന, ഭഗവാന് സമർപ്പണം. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധിയെ കൊണ്ട് അവനവന്റെ പ്രകൃതിക്കനുസരിച്ച് എന്തെന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതൊക്കെ നാരായണായേതി സമർപ്പയേതത്. സർവേശ്വരനായ ഭഗവാന്റെ നിയന്ത്രണത്തിൽ, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. ഞാൻ സ്വതന്ത്രനുമല്ല, പരതന്ത്രനുമല്ല. ഈ ഒരു തലത്തിലുണ്ടോ? ഈ ഒരു തലത്തിൽ ഞാൻ സ്വതന്ത്രനും പരതന്ത്രനുമല്ല, മറിച്ച് സർവേശ്വരനായ മായയെ ആശ്രയിച്ച് ഈശ്വരനായി സർവേശ്വരനായി വർത്തിക്കുന്ന ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്നിലൂടെ പ്രവർത്തികൾ സംഭവിക്കുന്നു. ആ പ്രവർത്തികൾ ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു. ഇപ്പൊ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നവയൊക്കെ ഭഗവാന്റെ നിയോഗങ്ങളായി കാണുക. ഇപ്പൊ എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയത് ആര്? ഭഗവാൻ. ഇതൊരു ഭഗവാന്റെ നിയോഗമാണ്. ഇവിടെ എന്തെന്തൊക്കെ പറയപ്പെടണം എന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതേ ഇവിടെ പറയപ്പെടുള്ളൂ, സംശയമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രഭാഷണം കഴിഞ്ഞത് ഒന്നുകൂടി ഇതേപോലെ പറയൂ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. ഈ നിമിഷം പറയപ്പെടേണ്ടതെന്തോ അത് തന്നെ ഇവിടെ പറയപ്പെടുള്ളൂ. അത് ഭഗവാന്റെ നിശ്ചയമാണ്. അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ അഭിമാനം ഉണ്ടാവില്ല. ഈ പ്രഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണൂരോടൊക്കെ ചോദിക്കില്ല, എങ്ങനെയുണ്ട് എൻ്റെ പ്രഭാഷണം, നന്നായിയോ അല്ലെങ്കിൽ മോശമായി പോയോ? ഇതെപ്പോഴാ ചോദിക്കുക? എൻ്റെതാണ് പ്രഭാഷണം എന്ന അഭിമാനം ഉണ്ടാവുമ്പോഴാണ്. ഞാൻ വേറൊരു ഉപകരണമാണ്. ഇവിടെ നിങ്ങളുടെ പ്രാരബ്ധം എന്തോ അതിനനുസരിച്ചിട്ട് ഇവിടെ കേൾക്കേണ്ടതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എന്നിലൂടെ ഭഗവാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടും എന്നെ ബാധിക്കില്ല. എന്ത് രണ്ടും? നിങ്ങളുടെ ഒരാൾ ഗംഭീരമായി പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഞാനോട്ട് അഭിമാനിച്ച് അങ്ങോട്ട് പൊങ്ങിപ്പോവില്ല. നീ വളരെ മോശമായി എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ആയി പോയാലും
എനിക്കൊരു വിഷമവുമില്ല. ഭഗവാന്റെ നിശ്ചയം അത് ഈ പ്രഭാഷണത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും ആ തലത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഏത് കർമ്മവും ഭഗവാന്റെ നിശ്ചയം. ജയപരാജയങ്ങളൊന്നുമില്ല. അതൊക്കെ നമ്മളുടെ ഈ കൊച്ചു ദൃഷ്ടിയിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണുന്ന ജയപരാജയങ്ങളാണ്. വിശാലമായ തലത്തിൽ ഇവിടുത്തെ പരാജയങ്ങൾ ചിലപ്പോൾ വലിയ ജയങ്ങൾക്ക് വേണ്ടിയുള്ളവയാവും. ഒരു ചങ്ങല പോലെയാണ് നമ്മളുടെ കർമ്മങ്ങളും അതിൻ്റെ ഫലമായി വന്നു ചേരുന്ന അനുഭവങ്ങളും. അതിലൂടെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. ഇപ്പൊ സർവേശ്വരനായ ഭഗവാൻ അതിലൂടെയായി പ്രപഞ്ചത്തെ നിർത്തുന്നത്. ഇവിടെ നടക്കേണ്ടതേ നടക്കൂ, സംശയമില്ല. സംഭവിക്കേണ്ടതേ സംഭവിക്കും. ആ സംഭവിക്കേണ്ടതെന്തോ അത് സർവേശ്വരന്റെ നിയതിയാണ്, സർവേശ്വരന്റെ നിയോഗമാണ്. അതിൽ കണ്ണികളാണ് നമ്മൾ. എത്ര സുഖമാണ് അങ്ങനെ ചിന്തിച്ചാൽ. ഒക്കെ എൻ്റേതെന്ന് പറഞ്ഞ് തലയിലേക്ക് വെക്കുമ്പോഴായി കുഴപ്പം മുഴുവൻ, ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. നമുക്ക് ഭഗവാനെ ആള് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആര്? ഭഗവാൻ. ഏൽപ്പിച്ചു കൊടുത്താൽ ഫ്രീ ആയില്ലേ? ഒക്കെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കുക. പറയുന്നതും ഭഗവാൻ, പറയിപ്പിക്കുന്നതും ഭഗവാൻ, കേൾക്കുന്നതും ഭഗവാൻ. ഇതാണ് ശരണാഗതി എന്ന് വെച്ചാൽ. എന്താണ് സമ്പൂർണ്ണ ശരണാഗതി? പൂർണ്ണമായി ഭഗവാൻ വിട്ടുകൊടുക്കലാണ്. ആ സമ്പൂർണ്ണ ശരണാഗതിയാണ് കായേന വാച മനസേന്ദ്രിയർവ എന്ന ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനില്ല, ഭഗവാനേ ഉള്ളൂ. നാരായണായേതി സമർപ്പയാമി, എല്ലാം നാരായണനായി സമർപ്പിച്ച് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഏത് കർമ്മവും ഭാഗവത ധർമ്മമാണ്. ഏത് കർമ്മവും ഒന്ന് ഭാഗവത ധർമ്മമാകുന്നത് എങ്ങനെയാണ്? ഭഗവാന് സമർപ്പണം എന്ന ഭാവത്തിൽ ചെയ്ത അത് ഭാഗവത ധർമ്മം. എനിക്ക് വേണ്ടി എന്ന ഭാവത്തോടു കൂടിയാ ചെയ്യുന്നതെങ്കിൽ അത് സംസാരത്തിന് കാരണമാകുന്ന ഹീനമായ കർമ്മം. അപ്പോൾ ഈ ഭാഗവതം വായിക്കലും ഭാഗവത പ്രഭാഷണം പോലും ചിലപ്പം എന്താവും? ബന്ധനകാരനായ കർമാവും. എപ്പോൾ ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു, എനിക്ക് പേര് വേണം, എനിക്ക് പ്രശസ്തി വേണം, ഇനിയും പരിപാടികൾ കിട്ടണം എന്നൊക്കെയുള്ള ഭാവത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, ഭാഗവതാണ് പറയുന്നതെങ്കിലും ഭാഗവതം വായിക്കലാണെങ്കിലും അത് ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയാൻ പറ്റില്ല. ഇനി ഏത് ഓഫീസിൽ ഫയൽ വെക്കലും എന്താണെങ്കിലും, മഹാഭാരതത്തില് വ്യാധഗീതയുണ്ട്. അവിടെ വ്യാധൻ ഇറച്ചി വെട്ടുകാരനാണ്. ഇറച്ചി വെട്ടുകാരനായിട്ടുള്ളയാൾ ഉപദേശിക്കുകയാണ് ബ്രാഹ്മണന്. ആ ഇറച്ചി വെട്ടുന്ന ജോലി പോലും ഭാഗവത ധർമ്മമാകും. എപ്പോൾ? ഞാൻ എൻ്റെ വിട്ടാൽ. ഇത് ഭഗവാന്റെ നിയോഗം. ഭഗവാൻ എനിക്ക് ഈ വേഷ തന്നത്, ഭഗവാന് വേണ്ടി ചെയ്യുന്നു. ഏത് കർമ്മത്തിന്റെ പിറകിലും ഭഗവാൻ ഇരുത്തിയാൽ അത് ഭാഗവത ധർമ്മമായി. എന്നെ ഇരുത്തിയാൽ അത് ഇനി എത്ര ഉത്കൃഷ്ട ധർമ്മമായിക്കോട്ടെ അത് ഹീനവുമായി. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഭാഗവത ധർമ്മം അതാണ്. ഏത് കർമ്മവും നമ്മൾ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞ് പുതിയ പ്രത്യേകം എന്തെങ്കിലും ചെയ്യണമൊന്നും വേണ്ട. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്ക് പിറകിലും ഭഗവാൻ ഇരുത്തിയാൽ മതി. എന്നിട്ട് അത് പറഞ്ഞു ആദ്യ ശ്ലോകത്തിൽ. പിന്നെ എന്ത് പറഞ്ഞു? ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യുക. ഭയം ദ്വിതീയാഭിനിവേശദസ്യാത് ഈശാതഭേദസ്യ വിപര്യയോ സ്മൃതി. എന്താണ് ഭയം ഉണ്ടാവുന്നത്? ദ്വിതീയാഭിനിവേശം കൊണ്ടാണ്. ഉപനിഷത്തിൽ കാണാം, യഥാഹി ഏവേഷ ഉദരം അന്തരം കുരുതേ. ആര് ഇവിടെ അന്തരം, ഈ ഭേദം ആർക്കുണ്ടോ, ആര് ചെയ്യുന്നുവോ, അധ തസ്യ ഭയം ഭവതി, അവിടെ അയാൾക്ക് ഭയം ഉണ്ടാകുന്നു എന്നാണ്. ഭേദബുദ്ധി ആർക്കുണ്ടോ, രണ്ടെന്ന ഭാവം ആർക്കുണ്ടോ അവിടെ ഭയമുണ്ട്. ദ്വിതീയാത്മേ ഭയം ഭവതി എന്ന് ഇനിയൊരു ഉപനിഷത്തിൽ കാണാം. രണ്ടിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. അത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് ഭയമുണ്ടോ? എനിക്ക് പേടിയുണ്ടോ ഞാൻ മാത്രമുള്ള സമയത്ത്? ഇന്നലെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണല്ലോ വല്ലാതെ പേടിച്ചത്. ഭർത്താവും മക്കളൊക്കെ ഉണ്ടെങ്കിൽ പേടി കുറയും. ഒറ്റയ്ക്കാവുമ്പോഴല്ലേ പേടി. ഒറ്റയ്ക്കാവുമ്പോൾ പേടി എന്തുകൊണ്ടാ? വേറെ പലതും ഉണ്ടോ എന്നുള്ള ചിന്ത കൊണ്ടാ, അല്ലേ? ഇന്നലെ ഒറ്റയ്ക്കായിരുന്നപ്പോൾ പേടിച്ചു. ശരിക്കും ഒറ്റയ്ക്കല്ലായിരുന്നു. കള്ളന്മാരുണ്ടായിരുന്നു, പ്രേതം ഉണ്ടായിരുന്നു, ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാ പേടി. ഇനി അങ്ങനെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമുക്ക് പേടി ഇല്ലാതെയാവാൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കായ സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? വാതിലടച്ച് കുറ്റിയിടും. ഇനി കുറച്ചുകൂടി രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ മുറിയിലേക്ക് കയറി മുറിയുടെ വാതിലും അടച്ചു കുറ്റിയിടും. ജനലൊക്കെ അടച്ചു കുറ്റിയിടും. കർട്ടനും അങ്ങ് മാറ്റും. കർട്ടനും അങ്ങ് എന്താ പറയുക, കർട്ടനും ഇടും. കാരണം പുറത്തേക്ക് കണ്ടാൽ പോലും ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ മാത്രമാവുകയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആരെങ്കിലും കാണുമെന്ന് പേടിച്ചിട്ട് അതുകൂടി വേണ്ട, ഒന്നും വേണ്ട, ഞാൻ മാത്രം.
അപ്പൊ ഞാൻ മാത്രമാവുന്നതിനനുസരിച്ചിട്ട് ഭയം കുറഞ്ഞു വരുന്നത് ലൗകികത്തിൽ തന്നെ നമുക്ക് അനുഭവം അല്ലേ? ഇപ്പൊ രണ്ട് എവിടെയുണ്ടോ അവിടെ ഭയം ഉണ്ടാവും, അവിടെ അസ്വാതന്ത്ര്യം ഉണ്ടാവും, അവിടെ ദുഃഖം ഉണ്ടാവും. ഞാൻ മാത്രമായ ഞാൻ എന്ന് വെച്ചാൽ ഈ അഭിമാനിക്കുന്ന ഞാനല്ല, ഈ സർവത്തിലും ഞാനായി പ്രകാശിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ആണ് സർവവും എന്നറിയുന്നിടത്ത് എന്ത് ഭയം? അതല്ലേ എന്താ പ്രസിദ്ധമായിട്ടുള്ള കഥ അല്ലേ, നാരായണത്ത് ഭ്രാന്തന് മുന്നിൽ ഭദ്രകാളി വന്ന കഥ. ആ ശ്മശാനത്തിൽ ഇരിക്കുമ്പോൾ ഭദ്രകാളി വന്നു. ഭദ്രകാളി വന്നിട്ട് ഈ നാരായണത്ത് ഭ്രാന്തന്റെ പതിവ് എന്താന്ന് വെച്ചാൽ തീ എവിടെ കാണുന്നു അവിടെ അടുപ്പ് കൂട്ടും എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ഈ ഭിക്ഷ യാചിച്ചു കൊണ്ടുവരുന്ന അരി വേവിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പൊ ഈ ചെത കത്തുന്നത് കണ്ടപ്പം ഈ ചെതയിൽ കല്ല് വെച്ചിട്ട് ഈ കത്തുന്ന ചെതയിൽ പാത്രം വെച്ച് അരിയിട്ട് വേവിക്കാനിരിക്കുക. ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ, എത്ര കണ്ട് ഭേദബുദ്ധി നീങ്ങണം എന്നുള്ളത് നമുക്കൊക്കെ പറ്റുമോ? ചെതയുടെ അടുത്തേക്ക് തന്നെ പോകില്ല, ശ്മശാനത്തിന്റെ അടുത്തേക്ക് തന്നെ പോകില്ല പേടിച്ചിട്ട്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അടുക്കളയിൽ എരിയുന്ന കനലും ഈ പ്ലാവിന്റെ വിറക് കത്തുന്ന അടുക്കളയിൽ തന്നെ ഹോമകുണ്ടത്തിലെ അഗ്നിയും ഈ ചെതയിലെ അഗ്നിയൊക്കെ ഒരേപോലെയാണ്. എന്നിട്ട് പാകം ചെയ്യുന്ന സമയത്ത് ആ ഭദ്രകാളി വന്നിട്ടോ ദേവി വന്ന് കുറെ പേടിപ്പിക്കാൻ നോക്കി. സാധാരണ അവളങ്ങനെ ആരും ഇരിക്കാറില്ല. നീ വന്ന് പേടിപ്പിക്കുന്ന വേണ്ടല്ലേ, ശബ്ദം ഉണ്ടാക്കിയാൽ തന്നെ ആൾക്കാരൊക്കെ ഓടിപ്പോകും. ഇതെന്തൊക്കെ രീതിയിൽ പേടിപ്പിച്ചിട്ട് ഒരു ഭയവുമില്ല, യാതൊരു ഭയവുമില്ല. അവസാനം തോറ്റു എന്നാണ്. എന്നിട്ട് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ്, രസകരമായിട്ടുള്ള കഥയാണ്, ഞാൻ എന്നാ മരിക്കാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എന്നെ ദിവസം ഒരു ദിവസം മുന്നോട്ടാക്കി തരാൻ പറ്റുമോ ചോദിച്ചു. അതെനിക്ക് പറ്റില്ല. എന്നാ ഒരു ദിവസം പിന്നോട്ടാക്കി തരാൻ പറ്റുമോ ചോദിച്ചു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറ്റുകയെന്ന് ചോദിച്ചു. എന്ത് വേണമെങ്കിലും തരാന്നൊക്കെ പറഞ്ഞു. ശരി, ഇനിയിപ്പോൾ എന്തെങ്കിലും തന്നേ പറ്റൂ. അങ്ങനെയുണ്ട്, ഈ ദേവന്മാർക്കൊക്കെ അങ്ങനെയുണ്ട്. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ വരം എന്തെങ്കിലും കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്നാ ഈ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് ആക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓ, അതാക്കി തരാമെന്ന് പറഞ്ഞു. ആക്കി കൊടുത്തു എന്നാണ്. നോക്കൂ, ആ ഒരു നിഷ്ഠ, ആ ഒരു ഭയമില്ലായ്മ, അതാണ്. അപ്പോൾ രണ്ടില്ലാത്ത അവസ്ഥയിലാണ് ഈ അഭയം, ഭയമില്ലായ്മ. അവിടെയാണ് ഭയത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത്. ഭയമാണ് ദുഃഖത്തിന് മൂലമായി നിൽക്കുന്നത്. ഭയം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുഃഖമില്ല. ഇതിനൊക്കെ അടിസ്ഥാനം ഭേദബുദ്ധിയാണ്. ഭേദബുദ്ധി എങ്ങനെ നീങ്ങും? സത്യവിചാരം കൊണ്ട് നീങ്ങും. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. സർവത്തിലും പ്രകാശിക്കുന്നത് ഏകവും രണ്ടില്ലാത്തതുമായ തത്വം തന്നെ. അവിദ്യമാനഃ അഭി അവഭാതിഹിദ്വയ ധ്യാതുർധിയാ സ്വപ്നമനോരഥോ യഥാ. അവിദ്യയാണ്, അജ്ഞാനമാണ് രണ്ടിനുണ്ടാക്കുന്നത്. ആ അവിദ്യ നീങ്ങാനുള്ള വഴി എന്താണ്? ഭക്തി ഏകയേശം ഗുരുദേവതാത്മാ. ഭഗവാനെ ഭക്തിയോടുകൂടി ഉപാസിക്കുക. എങ്ങനെ ഉപാസിക്കണം? ഗുരുദേവതാത്മാ. ഗുരുവായും ഈശ്വരനായും ആത്മാവായും പ്രകാശിക്കുന്നത് ഭഗവാനാണ് എന്നറിഞ്ഞ് ഭഗവാനെ ഉപാസന ചെയ്യണം. ഭക്തി ഏകയേശം ഗുരുദേവതാത്മാ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരൻ, ഗുരു, ആത്മാവ്. ഈശ്വരനായി പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ പരമാത്മശക്തി തന്നെ, ആ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ തന്നെ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ. തന്നെ ഭജിക്കുന്ന ആൾക്കാർക്ക്, തന്നെ ഭക്തിയോടുകൂടി ഉപാസന ചെയ്യുന്ന ഭക്തരുടെ മുന്നിലേക്ക് സദ്ഗുരുനാഥനായി വന്ന് കാരുണ്യത്തോടുകൂടി ആ ശിഷ്യന് അധ്യാത്മവിദ്യ ഉപദേശിക്കുന്നത് ആര്? ദക്ഷിണാമൂർത്തിയായ ഭഗവാൻ തന്നെ. അപ്പൊ ഈശ്വരനായി, ഗുരുവായി, ആത്മാവായി ഭഗവാൻ ഈശ്വരനായി ഭക്തിയോടുകൂടി ആരാധിക്കുമ്പോൾ ആ കാരുണ്യമൂർത്തിയായ ഭഗവാൻ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ, ഭക്തന് അധ്യാത്മവിദ്യ ഉപദേശിക്കാൻ സദ്ഗുരുനാഥനായി മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് ശിഷ്യനായി അധ്യാത്മവിദ്യ ഉപദേശിക്കുന്നു. എന്താണ് ആ അധ്യാത്മവിദ്യ? അത് ആത്മവിദ്യയാണ്. എന്താണ് ശിഷ്യനോട് ഗുരു പറയുന്നത്? തത്വമസി എന്നാണ്. നിന്നിൽ ആത്മാവായി പ്രകാശിക്കുന്നത് ആ പരം തത്വം തന്നെ. അപ്പോൾ ആ ഘട്ടത്തിൽ നോക്കൂ, ഞാൻ ആരാധിച്ച ഈശ്വരൻ, എൻ്റെ ഗുരു, എന്നിൽ ഞാനായി പ്രകാശിക്കുന്ന പരമമായ സത്യം, മൂന്നും ഒന്നായി തീരുകയാണ്. മൂന്നും ഒന്നാണ്, രണ്ടല്ല. ഗുരുവും ഭഗവാനും രണ്ടല്ല. ഗുരുവും ഭഗവാനും ആത്മാവും മൂന്നല്ല.
ഈ മൂന്നും ഒന്നാണെന്ന് കണ്ട് ഭഗവാനെ ഉപാസിക്കുക. അപ്പോൾ അജ്ഞാനം നീങ്ങും. ബുദ്ധത് കർമ്മ സങ്കല്പ വികൽപകം മനഃ. അജ്ഞാനമാണ് രണ്ടിനും ഉണ്ടാക്കുന്നത്. ഈ അജ്ഞാനം തന്നെ മനസ്സ്. ഈ മനസ്സിന്റെ ചലനമാണ് സംസാരം എന്ന് വെച്ചാൽ. തത് കർമ്മ സങ്കല്പ വികൽപകം മനഃ. മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളാണ് ഈ സംസാരം. മനസ്സിന്റെ ചലനം അടങ്ങലാണ് സംസാര ഇല്ലാതെയാവൽ. മാണ്ഡൂക്യകാരികയില് അലാദശാന്തി പ്രകരണത്തില് ഭാഗവതത്തിൽ ആ ഉദാഹരണം പറയുന്നുണ്ട്. ഒരു തീവട്ടി വളരെ വേഗത്തിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ, തീവട്ടി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീവലയമുണ്ട്. ഈ തീവലയം തീവട്ടിയുടെ ചലനത്തിനെ അപേക്ഷിച്ചിട്ടാണ്. എപ്പോൾ തീവട്ടിയുടെ ചലനം നിൽക്കുന്നുവോ അപ്പോൾ തീവലയം ഇല്ലാതെയായി. ഇതുപോലെ ദുഃഖഭൂയിഷ്ഠമായ സംസാരം, ദുഃഖതമായ സംസാരം ചിത്തചലനമാണ്. ഈ മനസ്സിന്റെ സങ്കല്പ വികല്പാത്മകമായ അവസ്ഥയാണ് സംസാരം എന്ന് വെച്ചാൽ. എപ്പോൾ ഈ സങ്കല്പ വികല്പങ്ങൾ ഒഴിഞ്ഞ് മനസ്സ് അടങ്ങുന്നുവോ അവിടെ സംസാരം നീങ്ങി. ബുധഃ നിരുന്ധ്യാത് അഭയം തദസ്യാത്. നിരുന്ധ്യാത് ബുധനായിട്ടുള്ളയാള്, വിവേകിയായിട്ടുള്ളയാള്. ഈ മനസ്സാണ് സംസാരത്തിന് മൂലകാരണം. മനസ്സാണ് അജ്ഞാനം എന്നറിഞ്ഞ് മനസ്സിനെ നിരുന്ധ്യാത് അടക്കണം. അത് നമുക്കും വേണം. പക്ഷെ അത് അടങ്ങുന്നില്ല. എളുപ്പമല്ല ഈ മനസ്സിനെ അടക്കുക എന്ന് വെച്ചാൽ. അതിനെന്താ വഴി? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജഃ വിചരേത അസംഗഃ. അതിനുള്ള മാർഗം രഥാംഗപാണേഹം, രഥാംഗപാണിയായ ഭഗവാന്റെ സുഭദ്രാണി ജന്മാനി, സുഭദ്രങ്ങളായ ജന്മകർമ്മങ്ങൾ, അവതാര ലീലകൾ, അത് ശൃണ്വൻ കേൾക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ ലീലകൾ കേൾക്കുക. പിന്നെ ഗീതാനി നാമാനി തദർത്ഥകാനി, ഭഗവാനെ ബോധിപ്പിക്കുന്ന, ഭഗവാനെ പ്രകാശിപ്പിക്കുന്ന ഭഗവത് ബോധകങ്ങളായ ഗീതങ്ങൾ, നാമങ്ങൾ ഗായൻ, പാടുക, ജപിക്കുക. അപ്പൊ മനസ്സടങ്ങാനുള്ള വഴി ഇതാണ്. ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഗീതങ്ങൾ പാടുക. അതിലൂടെ മനസ്സങ്ങനെ അടങ്ങി വരും. ഇതൊക്കെ നമ്മുടെ അനുഭവമാണെന്ന് അല്ലെ. നാമം ജപിച്ച മനസ്സ് അടങ്ങുന്നത് നമുക്ക് അനുഭവമല്ലേ. ഭജനയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മനസ്സ് നമ്മുടെ ഇങ്ങനെ ഒതുങ്ങി വരുന്നത് നമുക്ക് അനുഭവമല്ലേ. അത് തുടരുക, മനസ്സടങ്ങി വരും. മനസ്സടങ്ങുന്നതിനനുസരിച്ച് ഈ ഭേദബുദ്ധിയൊക്കെ നീങ്ങി വരും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഘം വായും അഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സലിൽ സമുദ്രാംശ ഹരേ ശരീരം. ഈ കാണുന്ന പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതാത്മകങ്ങളായ സർവവിഷയങ്ങളും ഹരേ ശരീരം, ഹരിയുടെ ശരീരം, ഗുരുവായൂരപ്പന്റെ ശരീരം, ഭഗവാന്റെ ശരീരം. യത് കിഞ്ചഭൂതം പ്രണമേതനന്യഃ. ഭഗവാൻ അല്ലാതെ അവിടെ ഒന്നില്ല. എവിടെയും നമസ്കരിക്കുന്ന അർത്ഥം. സൂര്യൻ ആരാ? സൂര്യനാരായണനായ ഭഗവാൻ. വരുണനായി പ്രകാശിക്കുന്ന വരുണനാരായണനാണ് ആര്? സമുദ്രം എന്ന് വെച്ചാൽ എല്ലാം നാരായണൻ. ആ തലത്തിലേക്ക് എത്തും. ഇങ്ങനെ ഭക്തി എന്തുണ്ടാക്കും? പരേശാനുഭവോ വിരക്തി അന്യത്ര ജൈഷ തൃക ഏകകാലാന്നാണ്. ഭഗവാനിലുള്ള ഭക്തി, വിരക്തി, ഭഗവത് അനുഭവം, ഇത് മൂന്നും ഉണ്ടാകും. ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഭക്തിയോടുകൂടി ഉപാസിച്ചാൽ ഭക്തി ദൃഢമായി വരും. ഈ ഭക്തി ദൃഢമായി ഭഗവാനോടുള്ള അനുരാഗം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ മറ്റുള്ള വിഷയങ്ങളോടും മറ്റുള്ളവരോടുള്ള അനുരാഗം കുറഞ്ഞു വരും. അയ്യോ, അപ്പൊ അത് പ്രശ്നമാവില്ല. അത് അവരോടുള്ള അനുരാഗ പ്രശ്നം. നമുക്ക് മനസ്സിലാവായില്ല. ആ അനുരാഗമായിട്ട് നിന്നോട്ടെ. അത് മമതയായി വരുമ്പോഴാ പ്രശ്നം. അപ്പോൾ അതങ്ങനെ വരൂ. ഈ വൈരാഗ്യം എന്ന പദത്തിന് 2 തരത്തിൽ അർത്ഥം പറയും. രാഗം വിഗതമാകലുമാണ്, വിശേഷമാകലുമാണ്. ഭഗവാനിലുള്ള രാഗം അതാണ് വിശേഷമായ രാഗം. ഭഗവാനിൽ ഈ രാഗം വന്നാൽ വിഷയങ്ങളിലുള്ള രാഗം ഇല്ലാതെയോ വിരക്തി അവിടെ വരും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും ഇല്ലേ. ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയ ഇവിടെ നിൽക്കുവോ? ഞാൻ ഇവിടെ ഇരിക്കും, അങ്ങോട്ട് നടക്കുക ഒരുമിച്ച് പറ്റുമോ? ഇവിടുന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയാൽ സ്റ്റേജിൽ നിന്ന് ഞാൻ അകലില്ലേ? ഇതേപോലെ തന്നെയാണ് മനസ്സ് ഭഗവാനിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഈ വിഷയങ്ങളിൽ നിന്നും
അകലും. അതുകൊണ്ട് ആസക്തികളെ നിയന്ത്രിക്കാൻ എന്താ വഴി, കാമനകളെ ഇല്ലാതെയാക്കാൻ എന്താ വഴി, ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെടണ്ട. എന്തേ വേണ്ടോ, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനിൽ തന്നെ മനസ്സിനെ സദാ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ മനസ്സിനെ നന്നാക്കാൻ ശ്രമിക്കും. അത് വേണ്ട, നല്ലതിൽ മനസ്സിനെ വെച്ചാൽ മതി. ഈ മനസ്സിലുള്ള ചീത്തതിനെയൊക്കെ എടുത്ത് കളയാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കൂടുവോ? കുറെ കാലമായി ശ്രമിച്ചിട്ട് സാധിച്ചിട്ടുണ്ടോ? വിഷമാണ്, കഴിയില്ല. എന്ത് ചെയ്യുക? അതൊക്കെ അവിടെ നിന്നോട്ടെ. ഭഗവാനെ കൊടുത്താൽ മതി. ഉള്ളിലേക്ക് ധാരാളമായി ഭഗവാനെ കൊടുത്തുകൊണ്ടിരുന്നാൽ നാമങ്ങളായും ഗീതങ്ങളായും കഥകളായും സത്സംഗങ്ങളായും ഉള്ളിലേക്ക് ഭഗവാനെ കൊടുക്കുന്നതിനനുസരിച്ചും ചളിവെള്ളത്തിലേക്ക് നല്ല വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കലക്ക് കുറഞ്ഞു വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ എന്തിനൊക്കെ ഇല്ലാതെയാക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ കൂടെ അറിയാതെ അതൊക്കെ ഇല്ലാതെയാവും. വിഷയങ്ങളിലുള്ള ആസക്തി കുറഞ്ഞു വരും. കാമം, ക്രോധം, ലോഭം ഇതൊക്കെ കുറഞ്ഞു വരും. അതാണ് ഭക്തിയുടെ മഹത്വം, സത്സംഗത്തിന്റെ മഹത്വം. അങ്ങനെ ക്രമേണ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതപരാം ശാന്തി മുപൈതി സാക്ഷാത്. അവിടെ ഭാഗവതനായി ഉയരും, അവിടെ പരമമായ ശാന്തി, സാക്ഷാത് ശാന്തി. ദുഃഖമില്ല, ഭയമില്ല, എല്ലാം ഭഗവാൻ, എല്ലാം ഗുരുവായൂരപ്പൻ. ഈ തലത്തിൽ നിൽക്കുന്നയാളാണ് ഭക്തൻ. ഈ ഭക്തന്റെ ലക്ഷണം ചോദിക്കുമ്പോൾ ഒരു ബാഹ്യലക്ഷണവും പറഞ്ഞില്ല. കാരണം ബാഹ്യലക്ഷണങ്ങളിലൂടെ അറിയപ്പെടുന്ന ഒന്നല്ല ഭക്തി. അത് ആന്തരികമായ ഉദാത്തമായ ഒന്നാണ്. ഈശ്വര പ്രേമമാണ്, നിറഞ്ഞ പ്രേമമാണ്, ഉപാധിരഹിതമായ പ്രേമമാണ്. സർവഭൂതങ്ങളിലും സകല ചരാചരങ്ങളിലും ഒരുപോലെ ഭഗവാനെ കാണാൻ കഴിയലാണ് യഥാർത്ഥ ഭക്തി എന്ന് വെച്ചാൽ. ഈ എന്താണ്, ഏകനാഥ മഹാരാജിന്റെ ഒരു കഥ ഉണ്ട്, അതുകൂടി പറഞ്ഞ് ഈ പ്രഭാഷണം അങ്ങ് നിർത്താം. ഈ ഉത്തരേന്ത്യയില് കാവടി യാത്ര എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്, ഇന്നും കാണാതെ. ഗംഗാജലം, ഇപ്പൊ കാശിയിൽ നിന്ന് ഗംഗാജലം കാവടിയിൽ കൊണ്ടുവന്ന് രാമേശ്വരത്ത് അഭിഷേകം കഴിക്കുക, അല്ലെങ്കിൽ ബദരിയിൽ നിന്നും കൊണ്ടുവന്ന് അവനവന്റെ വീട്ടിലെ ആ ശിവലിംഗത്തിൽ അഭിഷേകം കഴിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പോൾ ഈ ഏകനാഥ് മഹാരാജ് കാശിയിൽ നിന്നും ഗംഗാജലവും കൊണ്ടുപോവുകയാണ് രാമേശ്വരത്തേക്ക്. രാമേശ്വരന് അഭിഷേകം കഴിക്കാം. നടന്നിട്ടാ പോക്ക്. അപ്പൊ വാരാണസിയിൽ നിന്ന് രാമേശ്വരത്ത് എത്താൻ എത്ര ദിവസം വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നടന്ന് വന്ന് രാമനാഥപുരത്തെത്തി. രാമനാഥപുരം എന്ന് വെച്ചാൽ രാമേശ്വരത്ത് അടുത്താണ്, കുറച്ചുകൂടിയുള്ളൂ. അവിടെ എത്തിയ സമയത്ത് ഒരു കഴുത നിലത്ത് വീണ് അത് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. പട്ടിണിയായി, വലിയ വരൾച്ചയാണ്, വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടതോടുകൂടി ഈ കാവടിയിൽ ഇത്ര ദിവസം കൊണ്ടുവന്ന മഹാദേവൻ അഭിഷേകം കഴിക്കാനായി കൊണ്ടുവന്ന ഗംഗാജലം നേരെ ഈ കഴുതയ്ക്ക് അങ്ങ് കൊടുത്തു. കഴുതി അത് കഴിച്ചു, കുറച്ചുണ്ട്, കഴുതി അത് കഴിച്ചു, ഒന്ന് എണീറ്റ് നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ ശിഷ്യർക്ക് ഇത് അത്ര ഇഷ്ടമായില്ല. അവർ ചോദിച്ചു, ഇതെന്താ അങ്ങ് ചെയ്തത്? ഇത്രയും ദിവസങ്ങൾ അങ്ങ് കഷ്ടപ്പെട്ട് മഹാദേവൻ അഭിഷേകം കഴിക്കാൻ കൊണ്ടുവന്ന ഗംഗാജലം ഒരു കഴുതയ്ക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ. ഏകനാഥ്ജി പറഞ്ഞു എന്നാണ്, അത് മഹാദേവനാണ്. മഹാദേവൻ വന്നത് എൻ്റെ മുന്നിലേക്ക്. ഈ കഴുതയായി പ്രകാശിക്കുന്നത് ആര്? മഹാദേവൻ. ആ കഴുതയ്ക്ക് ഞാൻ കൊടുത്തത് എത്തിച്ചേർന്നത് ആരിലേക്കാണ്? മഹാദേവനിലേക്കാണ്. ഇതാണ് യഥാർത്ഥ ഭക്തി എന്ന് വെച്ചാൽ. ആ തലത്തിലേക്കാണ് ഉയരേണ്ടത് എന്നർത്ഥം. അതുകൂടി പറഞ്ഞ് നമുക്ക്, നേരത്തെ പറഞ്ഞല്ലോ ഏകാദശം എവിടെ എത്തുന്നൊന്നും നിശ്ചയിച്ചില്ല. അപ്പൊ ആദ്യ ഭാഗം അത്രേ ആയുള്ളൂ, ഭാഗവത ധർമ്മം മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, എന്തായാലും ഈ പറഞ്ഞ ഭാഗങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആചാര്യ പരമ്പരയെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തുകയാണ്.